ഞാനും കർത്തൃക്കുൾ മഹിമയ്ക്കുൾ പ്രവേശിച്ച ചാക്കോച്ചനും ഒരേ ബാച്ചതാണ്. ഞാനും കർത്താവിൽ മഹത്വത്തിൽ പ്രവേശിച്ചതായ ചാക്കോച്ചനും ഒരു ബാച്ചാണ്. ഞങ്ങൾക്ക് അടിക്കടി പേസും സൺഡേയും കൂടും. ഞങ്ങൾ കൂടെ കൂടെ സംസാരിക്കും, വഴക്കിടും. അങ്ങനെ സൺഡേ അല്ല, അത് അൻപ്. അത് ഒരു അടക്കമല്ല, വടിയെടുപ്പാതെ എന്നെ അടിക്കാൻ വടിയെടുക്കും. ഞാൻ ഉടനെ ശാന്തനാകും. ദൈവത്തിന് മികവും മികവും അൻപുള്ളവർ, വളരെ അധികം പഴകിനാത്താൻ തിരിയും. തന്നോട് അടുത്തിടപഴകിയാൽ അത് മനസ്സിലാകും. ദൈവത്തിന് മഹത്വം. കടസിയിൽ അവരുടെ മുടിവ് മികവും അരുമയാകെ കാണപ്പെട്ടത്. തൻ്റെ അന്ത്യം എത്ര മനോഹരമായി മാറി. 100% അവൻ പരിശുദ്ധത്തിലും ദൈവിക സ്വഭാവത്തിലും പൂർണ്ണപ്പെട്ട, വിശുദ്ധിയിലും ദൈവിക സ്വഭാവത്തിലും താൻ 100% തികവ് പ്രാപിച്ചു. ദൈവത്തിന് മഹത്വം. സാക്ഷിയിലൂടെ നിങ്ങളെല്ലാം കേട്ടിരുന്നു. സാക്ഷ്യവാചകങ്ങളിലൂടെ നിങ്ങളും അതൊക്കെ കേട്ടു. അവർ ശാസിക്കുന്നത് തിട്ടുവത് അതൊരു തിട്ടുതലല്ല. താൻ ശാസിക്കുന്നതും വഴക്ക് പറയുന്നതും അതൊരു ശകാരമല്ല. നീതിമാൻ എന്നെ ദയവാക കൊട്ടി കടിന്തു കൊള്ളട്ടു, അത് എൻ തല അല തട്ടുവതില്ല. നീതിമാൻ എന്നെ ശാസിക്കുന്നത് ദയ, എൻ്റെ തല അതിനെ വിലക്കാതിരിക്കട്ടെ. കടിന്തു കൊള്ള വേണ്ടി, അതെ, ശാസിക്കണം. കടിന്തു കൊള്ളുന്നതും കോപവും രണ്ടും രണ്ട്. കോപിക്കുന്നതും ശാസിക്കുന്നതും രണ്ടും വ്യത്യസ്തമാണ്. കടിന്തു കൊള്ളുന്നത് ദൈവിക സ്വഭാവം. ശാസന എന്ന് പറയുന്നത് ദൈവിക സ്വഭാവമാണ്. കടിന്തു കൊള്ളാവിട്ടാൽ ഒരുവൻ ശരിயான രീതിയിൽ വളർന്ന് ദേവ ഊഴിയക്കാരനാകവോ വിശ്വാസിയാകവോ മാറ്റപ്പെട മുടിയാതെ. ശാസന കിട്ടാതിരുന്നാൽ ഒരാൾ നല്ല നിലയിൽ വളർന്ന് ഒരു നല്ല ശുശ്രൂഷകനോ ഒരു നല്ല വിശ്വാസിയോ ആയി മാറുവാൻ സാധ്യമല്ല. ആനവടിനാഥ വേദത്തിൽ വാസിക്കുന്നത് പോലെ തീത്തു 1-ാം അധികാരം 14-ാം വസനത്തിൽപടി തീത്തുവുക്ക് പരിശുദ്ധ പൗൽ ചൊല്ലുന്നതാണ് ഒരു ബുദ്ധിമതി. തീത്തോസിന് എഴുതിയ ലേഖനം 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ വിശുദ്ധ പൗലോസ് തീത്തോസിന് നൽകുന്നതായ ഒരു ബുദ്ധി ഉപദേശം. വിശ്വാസത്തിൽ അവർകൾ ആരോഗ്യമുള്ളവர்களായി ഇരിക്കുമ്പടി നീ കണ്ടിപ്പായി അവർകളെ കടിന്തുകൊൾ. അവർ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി തീരേണ്ടതിന് അവരെ കഠിനമായി ശാസിക്കാം. കണ്ടിപ്പായി കടിന്തുകൊൾ, കഠിനമായി നീ അവരെ ശാസിക്കുക. അവർ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായിരിക്കവേ. അത് നിമിത്തം അവർ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി തീരും. കടിന്തു കൊള്ളാവിട്ടാൽ വിശ്വാസത്തിൽ ബലഹീനപ്പെട്ടു പോവാറുണ്ട്. ആകയാൽ ശാസിക്കുന്നില്ലെങ്കിൽ അവർ വിശ്വാസത്തിൽ ദുർബലരായി തീരും. അത് ദൈവസിദ്ധമില്ല, അതൊരിക്കലും ദൈവ ഇഷ്ടമല്ല. തിമോത്തിയോക്ക് അവർ ചെയ്തി ചൊല്ലുമ്പോൾ, എന്നാൽ തിമോത്തിയോസിന് താൻ എഴുതുമ്പോൾ ശാന്തമായി കടിന്തുകൊൾ, സൗമ്യതയോടെ ശാന്തതയോടെ ശാസിക്കുക. ശാന്തമായി കടിന്തുകൊൾ, സൗമ്യതയോടെ ശാസിക്കുക. കാരണം ഉன்னுடைய കടിന്തു കൊള്ളുന്നതിനാൽ അവർ വിശ്വാസത്തെ വിട്ട്, അൻപെ വിട്ട്, വിശ്വാസ ഐക്യത്തെ വിട്ട്, ഉപദേശത്തെ വിട്ട് വിലകലാകാതെ. എന്തുകൊണ്ടെന്നാൽ ഞാൻ നീ ശാസിക്കുന്ന നിമിത്തമായി അവർ ഈ കൂട്ടായ്മയും അല്ലെങ്കിൽ സ്നേഹമോ ശുശ്രൂഷയെ വിട്ട് അകന്നു പോകുവാൻ ഇടയാകും. സാക്ഷിയിൽ നാം കേട്ടോ, സാക്ഷിയിൽ നാം അത് കേട്ടു. അവർ കടിന്തു കൊള്ളുക, ഉടനെ അവരെ കൂപ്പിട്ട് വിസാരിക്കും. താൻ ശാസിക്കുമെങ്കിലും ഉടനെ അവരെ വിളിച്ച് അന്വേഷിക്കും. കോപപ്പെട്ടാൽ പിന്നെ അവர்களுമായി ഒരു ഐക്യമില്ലാതെ കസപ്പും വൈരാഗ്യവും താൻ കാണപ്പെടും. കോപിക്കുന്നുവെങ്കിൽ പിന്നീട് അവരുമായിട്ടൊരു മാനസിക പൊരുത്തം കാണുകയില്ല. അവിടെ കയ്പും വിദ്വേഷവുമേ ഉണ്ടാകൂ. അതുപടിനാൽ ദേവജനമേ, ദേവനും പരിശുദ്ധവാന്കളും നമ്മെ കടിന്തു കൊള്ള വേണ്ടും. ആകയാൽ ദൈവജനമേ, ദൈവവും വിശുദ്ധന്മാരും നമ്മെ ശാസിക്കണം. അത് ഉമ്മയുടെ തലയ്ക്ക് എണ്ണയാകെ നീ എടുത്തുകൊള്ള വേണ്ടും. അതിന് നിന്റെ തലയ്ക്ക് ഒരു എണ്ണ എന്ന നിലയിൽ എന്നെ ദയവാക കൊട്ടി കടിന്തു കൊള്ളട്ടു. നീതിമാൻ എന്നെ അടിക്കുന്നത് ദയ, അവൻ എന്നെ ശാസിക്കുന്നത് തലയ്ക്ക് എണ്ണ. അവൻ എന്നെ ശാസിക്കുന്നത് എന്റെ തലയ്ക്ക് എണ്ണ. അവരുടെ ഇക്കട്ടുകളിൽ ഞാൻ അവർക്കാக ജപിപ്പൻ. അവരുടെ ദോഷങ്ങളിൽ കഷ്ടങ്ങളിൽ ഞാൻ അവർക്കായി പ്രാർത്ഥിക്കും. അതേ ഞാൻ അലതട്ടുവതില്ല, ഞാൻ ഒരിക്കലും അതിനെ വിലക്കുകയില്ല. ആകയാൽ കടിന്തു കൊള്ളുന്നത് മികവും മികവും നല്ലത്. ആകയാൽ ശാസിക്കുന്നത് വളരെ നല്ലതാണ്. ഇന്ത്യയിൽ നമ്മുടെ ഈ സഭയിൽ കടിന്തു കൊള്ളുന്ന പരിശുദ്ധവാന്കൾ മികവും കുറഞ്ഞു വിട്ടാൽ, ഇന്ന് നമ്മുടെ സഭയിൽ ശാസിക്കുന്ന വിശുദ്ധന്മാർ തുലവും കുറവാണ്.
തപ്പ് ചെയ്താലും തെറ്റ് ചെയ്താലും എത് ചെയ്താലും എന്ത് ചെയ്താലും അൻപ് അൻപ് എന്ന് ചൊല്ലുகிறார். സ്നേഹം വേണം എന്ന് പറയും. അൻപ് വമ്പ് തന്നെ. ഈ സ്നേഹം എന്ന് പറയുന്നത് ഒരു വമ്പാണ്. കടിഞ്ഞു കൊള്ള വേണ്ടിയ നേരത്തിൽ അവനെന്ത തവറെ കണ്ട് ഉണർന്ന് വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായിരിക്കുമ്പടി ദേവനുക്ക് പ്രയോജനമുള്ള ഊഴിയക്കാരനാക മാറുപടി കടിഞ്ഞു കൊള്ള വേണ്ടിയത് ആവശ്യം. ഒരാൾ തെറ്റ് ചെയ്താൽ താൻ അനുദപിച്ച് താൻ മടങ്ങി വന്ന് ദൈവത്തിന് കൊള്ളാകുന്ന ഒരു ശുശ്രൂഷകനായി ദൈവവൈതലായി മാറേണ്ടതിന് ശാസിക്കേണ്ട സമയത്ത് ശാസിക്കേണ്ടത് അത്യാവശ്യമാണ്. അന്ത ഊഴിയം താൻ അരുമയാണ് നമ്മത് പാസ്റ്റർ അവர்கள் ചെയ്താർ. ആ ശുശ്രൂഷ ദൗത്യമാണ് നമ്മുടെ പ്രിയ പാസ്റ്റർ ചെയ്തിരിക്കവില്ല. എന്നാൽ താൻ കോപിച്ചിട്ടില്ല, ആരെയും വെറുക്കവില്ല, ആരെയും താൻ വെറുത്തിട്ടില്ല. 73 എനിക്ക് നന്നാക തിരിയും. 73 ആണ്ട് മുതൽ വളരെ നല്ല പരിചയമുണ്ട്, മികവും അൻപുള്ളവർ, വളരെ സ്നേഹമുള്ള വ്യക്തി. നിങ്ങൾ സാക്ഷിയിൽ കേട്ടു, നിങ്ങളത് സാക്ഷിയിൽ കേട്ടു. யாராவது பரிசுத்தவான்கள் பெற்றோர்கள் பிள்ளைகளை கடிந்து கொண்டால் பிள்ளைகளை நீங்கள் கோபப்படாதீர்கள், துக்கப்படாதீர்கள். മാതാപിതാക്കളോ നടത്തിപ്പുകാരോ നിങ്ങളെ ശാസിച്ചാൽ മക്കളായ നിങ്ങൾ പിണങ്ങരുത്, കോപിക്കരുത്. കടിഞ്ഞു കൊള്ളാമെൽ വിട്ടുവിടാതെ, എന്നാൽ നിങ്ങൾ ശാസിക്കാതെ വിട്ടുകളയരുത്. കൺജാടയാക വിടാതെ, കണ്ടിട്ട് കാണാത്തതുപോലെ വിട്ടുകളയരുത്. എനിക്ക് എത്രയോ കുടുംബങ്ങളെ തെരിയും, ഇന്ന് എത്രയോ കുടുംബങ്ങളെ അറിയാം. കൺജാടയാക വിടുവാ, കണ്ടിട്ടും കാണാത്തതുപോലെ വിട്ടുകളയരുത്. ചിലന്ത കുടുംബം പരിതാപ നിലമയിൽ വന്ന് ചേർന്നു. ഒടുവിൽ അവർ വളരെ ദയനീയ സ്ഥിതിയിൽ അവസാനിച്ചു. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. ആകയാൽ കടിഞ്ഞു കൊള്ളുന്നത് ദൈവിക സ്വഭാവം എന്ന് ചൊല്ലി എന്നോട് മെസ്സേജ് ഞാൻ പ്രവേശിച്ചു. ആകയാൽ ശാസിക്കുന്നത് ദൈവിക സ്വഭാവത്തിൽ ഒന്നാണെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ സന്ദേശത്തിലേക്ക് പ്രവേശിക്കട്ടെ. യോവാൻ 12-ാം അധികാരം 26-ാം വചനം തലമൈ പാസ്റ്റർ സന്ദേഹ ചെയ്തിയാക കുറിപ്പിട്ട. യോഹന്നാൻ 12-ാം അധ്യായം 26-ാം വാക്യം നമ്മുടെ ചീഫ് പാസ്റ്ററിന്റെ സന്ദേശത്തിൽ താനത് അയച്ചിരുന്നു. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ, ഞാൻ ഇരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. இந்த வசனத்தில் முக்கியமாக 3-4 விஷயத்தை நாம் பார்க்கின்றோம். ഈ വാക്യത്തിൽ പ്രധാനമായി 4 കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന് കാണാം. ഒരുവൻ എനിക്ക് ഊഴിയം ചെയ്താൽ, ഒന്ന്, ഒരുവൻ എനിക്ക് ശുശ്രൂഷ ചെയ്താൽ. വിഷയം ഊഴിയം. ആദ്യത്തെ വിഷയം എന്നത് ശുശ്രൂഷ. രണ്ടാമത് എന്നെ പിൻപറ്റ കടവ്. രണ്ടാമതായി എന്നെ അനുഗമിക്കട്ടെ. മൂന്നാമത് ഞാൻ എங்கே இருக்கிறேனோ, മൂന്നാമതായി ഞാൻ എവിടെയാണോ അങ്ങേ ഊഴിയക്കാരനും ഇരുപ്പ. ഞാൻ ഇരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷക്കാരനും. അതാണ് മൂന്നാമത്തേത്. നാലാമത് പിതാവാനവർ അവരെ ധനം പണ്ടുക. നാലാമതായി പിതാവ് തന്നെ മാനിക്കും. ദേവൻ തരുകിற സമയത്ത് കേട്ടപടി ഇത് നാം ധ്യാനിപ്പം. നമുക്ക് യാവർക്കും തെരിഞ്ഞ വിഷയം. കർത്താവ് തരുന്ന സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് നമുക്കിത് ധ്യാനിക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വിഷയങ്ങളുമാണ്. ഒരു 12:45 എന്റെ ചെയ്തിയെ മുടിച്ചത്. 12:45 ഈ സന്ദേശം അവസാനിപ്പിക്കും. 1 മണിയോടെ നാം ഡെഡ് ബോഡി ഇങ്ങനെ എടുത്ത് സെമിട്രിയിൽ പോകും. 1 മണിയോടുകൂടെ മൃതദേഹം ഇവിടെ നിന്ന് സെമിട്രിയിലേക്ക് കൊണ്ടുപോകും. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അപ്പോ ഊഴിയം ചെയ്താൽ, ഊഴിയം എന്ന് ചൊല്ലുമ്പോൾ ശുശ്രൂഷ എന്ന് പറയുമ്പോൾ വേദത്തിൽ 2 വിധமான ഊഴിയത്തെ നാം പാർക്കുന്നു. ബൈബിളിൽ 2 വിധ ശുശ്രൂഷ കാണാം. ഒന്ന് പഴയ ഏർപ്പാട്ടിൽ ആരോനിൻ മുറമയിൻപടിയുള്ള ഊഴിയം. ഒന്ന് പഴയ നിയമ കാലയളവിലുള്ളതായ അഹരോന്റെ ക്രമപ്രകാരമുള്ള ശുശ്രൂഷ. രണ്ടാമത് പുതിയ ഏർപ്പാട്ടിൽ മെൽക്കിസദേക്കിൻ മുറമയിൻപടിയുള്ള ഊഴിയം. രണ്ടാമത് ഈ പുതിയ നിയമ കാലയളവിലുള്ള മൽക്കീസേദക്കിന്റെ ക്രമത്തിലുള്ളതായ ശുശ്രൂഷ. വേദത്തിൽ വാസിക്കുമ്പോൾ, ബൈബിളിൽ വായിക്കുമ്പോൾ ആരോനിൻ മുറമയിൻപടിയുള്ള ഊഴിയത്തിനാൽ ഒരുവനും പൂർണ്ണപ്പെടവില്ല എന്ന് വാസിക്കും. അഹരോന്റെ ക്രമത്തിലുള്ളതായ ശുശ്രൂഷയാൽ ആരും പൂർണ്ണത പ്രാപിച്ചില്ല എന്ന് വായിക്കുന്നു. എന്നാൽ അന്ത ഊഴിയവും തേവ, എന്നാൽ ആ ശുശ്രൂഷയുടെ ആവശ്യവും ഉണ്ടായിരുന്നു. പൂർണ്ണപ്പെടുകിற ഊഴിയം മെൽക്കിസദേക്കിൻ മുറമയിൻപടിയുള്ള ഊഴിയം. എന്നാൽ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നതായ ശുശ്രൂഷ എന്നത് മൽക്കീസേദക്കിന്റെ ക്രമത്തിലുള്ളതായ ശുശ്രൂഷയാണ്. ഊഴിയത്തിനുടെ നോക്കം പൂർണ്ണം. ശുശ്രൂഷയുടെ ഉദ്ദേശം എന്നത് തന്നെ പൂർണ്ണതയാണ്. ആനപടിയാൽ മെൽക്കിസദേക്ക് என்பவர் പരിശുദ്ധാവിയാനവർ എന്ന് നമുക്ക് യാവർക്കും தெரியும். മൽക്കീസേദക്ക് എന്നാൽ പരിശുദ്ധാത്മാവെന്ന് നമുക്കറിയാമല്ലോ. അവരുടെ ഊഴിയം
താൻ തന്റെ ശുശ്രൂഷ தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. அந்த ஊழியத்துக்கு முதல் ஊழியக்காரனாக வந்தவர் கர்த்தராகிய இயேசு கிறிஸ்து. ആ ക്രമത്തിലുള്ള ശുശ്രൂഷയിൽ പ്രഥമ ശുശ്രൂഷകൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. அந்த ஊழியத்துக்காக பிதாவாம் தேவன் അവരെ അനപ്പിനാർ. ആ ശുശ്രൂഷയ്ക്കായിട്ട് പിതാവായ ദൈവം കർത്താവിനെ അയച്ചു. യെശയ്യാ 48-ാം അധികാരം 16-ാം വചനത്തിൻ കടേസി പകുതി വാസിക്കുമ്പോൾ യെശയ്യാ പ്രവചനം 48-ാം അധ്യായം 16-ാം വാക്യത്തിന്റെ ഒടുവിലത്തെ ഭാഗത്തിൽ ഇപ്പോഴും കർത്താവായ ആണ്ടവരും അവരുടെ ആവിയും എന്നെ അനപ്പുகிறார். യഹോവയായ കർത്താവും തന്റെ ആത്മാവും എന്നെ അയച്ചിരിക്കുന്നു. കർത്താവായ ആണ്ടവരും യഹോവയായ കർത്താവും അവരുടെ ആവിയും തന്റെ ആത്മാവും എന്നെ അനപ്പുகிறார். എന്നെ അയച്ചു. യേശു ക്രിസ്തുവെ ഭൂമിക്ക് അനപ്പിനാർ. കർത്താവായ യേശു ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചു. എതുക്കാണ് അനപ്പിനാർ? എന്തിനു വേണ്ടി? 110-ാം സംഗീതം 3-4 വചനങ്ങളെ വാസിക്കുമ്പോൾ 110-ാം സങ്കീർത്തനത്തിലെ 3-4 വാക്യങ്ങൾ വായിച്ചാൽ அந்த இடத்தில் நாம் என்ன வாசிக்கிறோம்? അവിടെ നമുക്ക് എന്ത് വായിക്കാൻ കഴിയും? ஊழியத்தினுடைய நோக்கத்தை நாம் பார்க்கிறோம். ശുശ്രൂഷയുടേതായ ഉദ്ദേശം മനസ്സിലാക്കാം. ആ 3-ാം വചനത്തിൻ 2-ാം പകുതിയിൽ 3-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം വിടിയക്കാലത്തിൽ ഗർഭത്തിൽ പിറക്കും പനിക്ക് സമാനமான യൗവന ജനം ഉമക്ക് പിറക്കും. ഉഷസ്സിന്റെ ഉദരത്തിൽ നിന്ന് യുവാക്കളായ മഞ്ഞ് നിനക്ക് വരുന്നു. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അതുതാൻ എടുത്തുകൊള്ളപ്പെടുന്ന സഭ. അതാണ് എടുത്തുകൊള്ളപ്പെടുന്നതായ ദൈവസഭ, മണവാട്ടി സഭ. മണവാട്ടി സഭ. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അതற்கு അതിന് அந்த சபை பூர்ணப்படும்படியாக ആ സഭ പൂർണ്ണത പ്രാപിക്കേണ്ടതിന് இயேசு கிறிஸ்து மெல்கிசதேக்கின் முறைமையின்படி ஊழியத்துக்கு பூமியில் வந்தார் என்று 4-ാം വചനത്തിൽ വാസിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു മെൽക്കിസേദെക്കിന്റെ ക്രമത്തിൽ ശുശ്രൂഷകനായി ഭൂമിയിൽ വന്നുവെന്ന് 4-ാം വാക്യത്തിൽ വായിക്കുന്നു. அதற்காக நீர் மெல்கிசதேக்கின் முறைமையின்படி என்றென்றைக்கும் ஆசாரியனாயிருந்து. അതിനുവേണ്ടി നീ മെൽക്കിസേദെക്കിന്റെ വിധത്തിൽ എന്നേക്കും ഒരു പുരോഹിതൻ. അത് ഞാൻ சொன்னேன், தவற மாட்டேன். യഹോവ സത്യം ചെയ്തു, അനുദപിക്കുകയുമില്ല. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. அவர் தன் முதல் ஊழியக்காரனாக பூமியில் வந்தார். താനാണ് ഈ ക്രമത്തിൽ ഒന്നാമത്തെ ശുശ്രൂഷകനായി அவர் ഭൂമിയിൽ பூமியில் വന്നത്. வந்து என்ன செய்தார்? താൻ ഭൂമിയിൽ വന്ന് ചെയ്തതെന്ത്? அவர் பூர்ணப்பட்டார். താൻ തികഞ്ഞവനായി. அவர் பூர்ண மனுஷனும் பூர்ண தெய்வமும் தான். താൻ സമ്പൂർണനായ മനുഷ്യനും സമ്പൂർണനായ நாம் ദൈവവും. பூர்ணப்படும்படியாக നാം സമ്പൂർണരാകേണ്ടതിന് கல்வாரியில் அவர் யாவற்றையும் செய்து முடித்தார். കാൽവറിയിൽ എല്ലാം ചെയ്ത് പൂർത്തീകരിച്ചു. ஆனபடினால தான் അതുകൊണ്ട് எபிரேயர் 10-ാം അധികാരം 14-ാം വചനത്തെ വാസിക്കുമ്പോൾ എബ്രായർ 10-ാം അധ്യായം 14-ാം വാക്യത്തിൽ വാസിക്ക തമിഴ് 10:14 ஏனெனில் பரிசுத்தமாக்கப்படுகிறவரும் ஒரே ബലിയിനാലെ இவர் என்றென்றைக்கும் പൂർണ്ണപ്പെട്ട. വിശദീകരിക്കപ്പെടുന്നവർക്ക് അവൻ ഏകയാഗത്താൽ എന്നേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അപ്പോൾ ഊഴിയത്തിനുடைய നോക്കം പൂർണ്ണമെന്ന് നാം വിളങ്ങിക്കൊള്ളണം. ആകയാൽ ശുശ്രൂഷയുടെ ലക്ഷ്യം എന്നത് പൂർണ്ണത എന്ന് കാണാം. അതിനാൽ മത്തേയു 5-ാം അധികാരം 48-ാം വചനത്തെ വാസിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 48-ാം വാക്യത്തിൽ என் பிதா சல்குண பூர்ணனாயிருக்கிறது போல நீங்களும் பூர்ணராகும். സ്വർഗസ്ഥനായ പിതാവ് സൽഗുണ പൂർണ്ണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണ പൂർണ്ണരാകുവിൻ. പൂർണ്ണമല്ല, എന്തെങ്കിലും പൂർണ്ണതയില്ല. എൻ പിതാ സൽഗുണ പൂർണ്ണനായിരിക്കുന്നത് പോലെ എന്റെ പിതാവ് സൽഗുണ പൂർണ്ണനായിരിക്കുന്നത് പോലെ പൂർണ്ണരാകും, നിങ്ങളും പൂർണ്ണരാകുവിൻ. അതുക്കാக ஊழியம் ആരംഭിத்தார் என்று നാം വേദത്തിൽ പല വചനങ്ങളിൽ വാസിക്കുന്നു. അതിനായി ശുശ്രൂഷ ആരംഭിച്ചെന്ന് ബൈബിളിൽ പല വാക്യങ്ങളിലൂടെ മനസ്സിലാക്കാം. കൊലോസ്യർ 1-ാം അധികാരം 28-ാം വചനത്തെ വാസിക്കുമ്പോൾ കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1:28 എന്ത് മനുഷ്യനും ക്രിസ്തുയേശുവുക്കുൾ തേറിനായി നിപ്പാട്ടുപടി ഏത് മനുഷ്യനെയും ക്രിസ്തുയേശുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് അവർ ഇന്ന് ഊഴിയം ആരംഭിച്ചു. താൻ ഈ ശുശ്രൂഷ സ്ഥാപിച്ചു. അവൻ ഊഴിയത്തിക്ക് ഉപദേശവും തന്ന അടുത്തതായി ശുശ്രൂഷയ്ക്കായിട്ടുള്ള ഉപദേശങ്ങൾ തന്നു. അത് പൂർണ്ണപ്പെടുമ്പടിക്ക് ആ പൂർണ്ണത പ്രാപിക്കുവാൻ ഉപദേശം തേவை. ഉപദേശം ആവശ്യം. இன்னைக்கு அநேகர் ഉപദേശത്തെ കാലാലെ മെതിத்து போடுகிறார்கள். ഇന്ന് അനേകർ ഉപദേശത്തെ കാൽ കൊണ്ട് ചവിട്ടി കളയുന്നു. നമ്മുടെ പഴയ വിശ്വാസികൾ നമ്മുടെ പഴയ വിശ്വാസികൾ ഉപദേശത്തിക്കാக ധൈര്യமாக നിன்றார். ഉപദേശത്തിന് വേണ്ടി ധൈര്യത്തോട് മെരുവോട് നിന്നു. കൈ തട്ടി சொல்லுவார். അവർ അത് കൈയടിച്ചു പറയും. ഇതുതാൻ ഉപദേശം. അവരടിച്ചു പറയും, ഇതാണ് ഉപദേശം. ദൈവിക സുഖം ഉപദേശം. ദൈവിക രോഗശാന്തി ഉപദേശമാണ്. വേർപാട് ജീവിതം ഉപദേശം. വേർപാട് ജീവിതം ഉപദേശമാണ്. പരിശുദ്ധമാക്കപ്പെടുതൽ ഉപദേശം. പൂർണ്ണ വിശുദ്ധീകരണം ഉപദേശമാണ്. இந்த ഉപദേശத்துக்குள் നീ വരാവിട്ടാൽ, നീ ഉപദേശത്തിനുള്ളിൽ വരുന്നില്ല എങ്കിൽ പൂർണ്ണപ്പെടാൻ முடியாது. നിനക്ക് പൂർണ്ണത കിട്ടുകയില്ല. அப்படி எங்க வாசிக்கிறோம்? അങ്ങനെ ഇവിടെ വായിക്കുന്നു.
2 തിമോത്തിയോ 3-ാം അധികാരം 16-17 വചനങ്ങളെ വാസിക്കുമ്പോൾ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 16-17 വാക്യങ്ങളിൽ ദേവവാക്യങ്ങളെല്ലാം ദേവാവിയിനാൽ എഴുതപ്പെട്ടിരിക്കുന്നു. തിരുവെഴുത്തുകളെല്ലാം ദൈവശ്വാസീയമാണ്. ദേവനുடைய മനുഷ്യൻ തേറിനവനായി നിൽക്കുംപടി ദൈവ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകട്ടെ. ഉപദേശத்துக்காகவும் கடிந்து கொள்ளுதலுக்காகவும் നീതിയെ പഠിപ്പിക്കുന്നതുക്കാகவும் കണ്ടിപ്പുക്കാகவும் എഴുതപ്പെട്ടു. ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യസനത്തിനും പ്രയോജനമുള്ളതാണ്. അപ്പൊ ഉപദേശം ഇരാവിട്ടാൽ ആകയാൽ ഉപദേശമില്ലെങ്കിൽ നാം പൂർണ്ണപ്പെടാൻ മുടിയാതെ നമുക്ക് പൂർണ്ണരാകാൻ സാധ്യമല്ല. ഇത് നിങ്ങൾ വിളങ്ങിക്കൊള്ളുന്നു. നിങ്ങൾ ഇത് നന്നായി മനസ്സിലാക്കണം. മുൻകാലത്തിൽ പൂർവകാലങ്ങളിൽ നമ്മുടെ പരിശുദ്ധവാൻകൾ ധൈര്യமாக ബോധിത്താറുകൾ, ജനങ്ങളും അതിൻപടി ജീവിത്താർ. നമ്മുടെ വിശുദ്ധന്മാർ ധീരതയോടെ ഇത് പ്രസംഗിച്ചു, ജനങ്ങൾ ഇതിൻ പ്രകാരം ജീവിച്ചു. എത്രയോ കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ, പോരാട്ടങ്ങൾ, പ്രതികൂലങ്ങൾ വന്നതുണ്ട്. ഇത് നിമിത്തം എത്രയോ കഷ്ടതകളും പ്രതിസന്ധികളും പോരാട്ടങ്ങളും വന്നു. ഓരോരുവരും സ്വാതന്ത്ര്യം പോകാം, എന്നാൽ ആരും തളർന്നില്ല, ദുഃഖപ്പെടവില്ല, ദുഃഖിച്ചില്ല. எப்படி இருக்கணும்னு ஒரு கேள்வியும் கேட்கவில்லை. ഇങ്ങനെയൊക്കെ എന്തിനു വേണ്ടി ജീവിക്കണമെന്ന് ചോദ്യം ചെയ്തില്ല. അവർ என்ன പാട്ട് പാടിനാர்கள்? അവർ പാടിയ പാട്ടെന്തായിരുന്നു? ദുഃഖവുമില്ലേ തുன்பവുമില്ലേ യേശുവിൻ തൊണ്ടർക്ക് അവരെല്ലാവറ്റേക്കും എല്ലാമായിരുന്ന് ആറ്റിയെ തേറ്റിടുവാൻ. അതാ ദുഃഖവുമില്ല തുன்பവുമില്ല. കർത്താവിന്റെ സേവകർക്ക് ദുഃഖവുമില്ല കഷ്ടവുമില്ല. നമുക്ക് വീടില്ല, അതേ സമയത്ത് വീടില്ല, സാപ്പാടില്ല, ആഹാരമില്ല, വസ്ത്രമില്ല. നിങ്ങൾക്ക് தெரியும், നിങ്ങൾക്കും അറിയാം. പഴയ വിശ്വാസം, പഴയ ഊഴിയക്കാർക്കെല്ലാം, പഴയ ശുശ്രൂഷകർ ദൈവമക്കൾക്ക് ഇതൊക്കെ അറിയാം. എന്നാലും സ്വാർത്ഥ പോകവില്ല, എങ്കിലും അവർ തളർന്നില്ല. സത്യം, ഇതാണ് സത്യം, ഉപദേശം, ഇതാണ് ഉപദേശം, ഇപ്പടിത്താൻ ജീവിക്കും, ഇങ്ങനെ തന്നെയാണ് ജീവിക്കേണ്ടത്. അപ്പടി சொல்லுகிறவங்க എത്ര പേരുണ്ട്? അങ്ങനെ പറയാൻ കഴിയുന്ന എത്ര പേരുണ്ട്? ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അതിലൊരുവർ താൻ പാസ്റ്റർ പി.വി. ചാക്കോ. അതിൽ ഒരു വ്യക്തിയാണ് പാസ്റ്റർ പി.വി. ചാക്കോ. அந்த നിലയിൽ ഒരുവനെ കാണാവിട്ടാൽ, ഒരു വ്യക്തിയെ ഈ അവസ്ഥയിൽ കാണാൻ കഴിയാതെ പോകുമ്പോൾ അവർ കണ്ടിക്കണം, താൻ ശാസിക്കും. അത് നല്ലത്, നല്ല കാര്യം. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അപ്പൊ ഊഴിയം, ശുശ്രൂഷ. രണ്ടാമത് அந்த ഊഴിയം ചെയ്യ വേണ്ടുമാനാൽ ഈ ശുശ്രൂഷ ചെയ്യണമെങ്കിൽ എന്നെ പിൻപറ്റ കടവൻ, എന്നെ അനുഗമിക്കട്ടെ. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. പിൻപറ്റുவது பெரிய விஷயம். അനുഗമിക്കുക എന്നതൊരു വലിയ കാര്യം. അழைപ്പ് தேவை, അതിനൊരു വിളി വേണം. അழைപ്പിതാവിട്ടാൽ, വിളി ഇല്ലെങ്കിൽ, തകുതിയിലാവിട്ടാൽ, യോഗ്യതയില്ലെങ്കിൽ പിൻപറ്റ മുടിയാതെ, അനുഗമിക്കാൻ സാധ്യമല്ല. என்ன തകുതി? എന്താണ് യോഗ്യത? എബ്രായർ 5-ാം അധികാരം 4-ാം വചനത്തിൻപടി, എബ്രായർ 5-ാം അധ്യായം ആരോനെ പോലെ അழைக்கப்படாமல் ഒരുവനും താനാക സ്വയമാക இந்த ഘനமான ஊழியம் செய்யலாக. ആരോനെ പോലെ വിളിക്കപ്പെട്ടവനല്ലാതെ ആരും സ്വതവേ ഈ സ്ഥാനം ഏറ്റെടുക്കുന്നില്ല. ചാക്കോച്ചനെ ദേവൻ ഊഴിയത്തിക്ക് അழைത്ത. ചാക്കോച്ചാനെ കർത്താവ് ശുശ്രൂഷയ്ക്ക് വിളിച്ചു. എത്രയോ അവരുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ, പോരാട്ടങ്ങൾ ഇരുന്നിരിക്കും അന്ന നാൾക്കളിൽ. തന്റെ കുടുംബത്തിൽ എത്രയോ പ്രതിസന്ധികളും പ്രയാസങ്ങളും ആ നാളിൽ ഉണ്ടായി കാണും. നിങ്ങൾ കേട്ടതുപോലെ നല്ല ഒരു സാലറിയിൽ വേല ചെയ്ത, നിങ്ങൾ കേട്ടതുപോലെ നല്ല ശമ്പളത്തോടുകൂടി ജോലി ചെയ്തിരുന്നു. അവർ നമ്പർ 1 സ്റ്റെനോഗ്രാഫർ. താൻ ഒരു നല്ല 1-ാം തരം സ്റ്റെനോഗ്രാഫർ ആയിരുന്നു. ദൈവത്തിന് മഹത്വം. അവർ ഹൈ സ്പീഡ് ടൈപ്പ് ചെയ്യും. താൻ വളരെ ഹൈ സ്പീഡിൽ ടൈപ്പ് ചെയ്യും. അതേപോലെ സ്റ്റെനോ, അതുപോലെ ഒരു സ്റ്റെനോയായി. ഞാൻ പഠിച്ചത് താൻ വേല ചെയ്യവില്ല, ഞാൻ പഠിച്ചിട്ടുണ്ട്, പക്ഷെ ജോലി ചെയ്തിട്ടില്ല. ദൈവത്തിന് മഹത്വം. അന്ത നാളുകളിൽ പാസ്റ്റർ പാസ്റ്റർ ഫ്രെഡിയുടെ എല്ലാവരുടെയും പ്രസംഗത്തെ താൻ സ്റ്റെനോയിൽ ഷോർട്ട് ഹാൻഡിൽ എഴുതിയെടുക്കും. അന്നത്തെ കാലത്ത് പാസ്റ്റർ ഫ്രെഡിയുടെയും പാസ്റ്റർ യേശു തോമസ് അവരുടെയും പ്രസംഗങ്ങളെല്ലാം താൻ ചുരുക്കെഴുത്തിൽ എഴുതുമായിരുന്നു. ദൈവത്തിന് മഹത്വം. അவ்வளவு നല്ല ഒരു ഡയറക്ടറുടെ PA ആക അവർ ഊഴിയം ചെയ്ത, വേല ചെയ്ത, ഒരു കമ്പനി ഡയറക്ടറുടെ PA ആയിട്ട് താൻ ജോലി ചെയ്തിരുന്നു. അതേക്കുറിച്ച് സാക്ഷ്യം നിങ്ങൾ കേട്ടിരുന്നു. അതിന്റെ സാക്ഷ്യം നിങ്ങൾ കേട്ടു. അപ്പൊ അതെല്ലാം വിട്ട് അവർ പിൻപറ്റുന്നു. ഇതെല്ലാം വിട്ടിട്ട് കർത്താവിനെ അழைപ്പ് ഇരുന്നത്. അതിനാദ്യം അழைക്കപ്പെടാവിട്ടാൽ ഒരുവനും இந்த ஊழியத்தை செய்ய முடியாது. വിളിക്കപ്പെടാതെ ശുശ്രൂഷ ചെയ്യുവാൻ ആർക്കും സാധ്യമല്ല. 1972 ഡിസംബർ മാസം 30-ാം തീയതി പിற்பകൽ 3 മണിക്ക് ദേവൻ എന്നെ അழைത്ത. 1972 ഡിസംബർ 30 ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് ദൈവം എന്നെ വിളിച്ചു. സ്വപ്നത്തിലല്ല, ദർശനത്തിലല്ല, പകലിൽ അழைത്താൽ. പകൽ എന്നെ വിളിച്ചു, നേരിട്ട് വിളിച്ചു. അപ്പോൾ എനിക്കൊരു വിപത്ത് ഏർപ്പെട്ടു. അപ്പോൾ എനിക്കൊരു അപകടം സംഭവിച്ചു. ഞാൻ ഉലകത്തിൽ പോകുമ്പടിയാ, ഞാൻ ലോകത്തിൽ പോകേണ്ടതിന് എനിക്കാകെ എന്നുடைய ബ്രദർ ട്രെയിനിൽ ബുക്ക് ചെയ്തു.
എനിക്കായിട്ട് ബ്രദർ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. 3 മണിക്ക് അങ്ങ് ബുക്ക് ചെയ്താൽ എനിക്ക് മൂക്കിൽ അടി വീഴിക്കും. 3 മണിക്ക് താൻ അവിടെ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ എനിക്ക് മൂക്കിലൊരു അപകടം. പേസില്ല. അപ്പോൾ ദൈവം സംസാരിച്ചു. മുഖമെല്ലാം വീങ്ങി വിട്ടു. എന്റെ മുഖം നീരുവെച്ച് വീങ്ങി. കണ്ണ് തുറക്കാൻ മുടിയാ. കണ്ണ് തുറക്കാൻ കഴിയില്ല. ദേവൻ എന്നോട് പേസില്ല. ദൈവം അപ്പോൾ എന്നോട് സംസാരിച്ചു. ഞാൻ ഒപ്പ് കൊടുത്തു. ഞാൻ സമർപ്പിച്ചു. 22 വയസ്സുള്ളപ്പോൾ ഞാൻ ഇന്ന് ഊഴിയത്തേക്ക് വന്നു. ഞാൻ ഈ ശുശ്രൂഷയ്ക്ക് വന്നു. അത് 1973 മാർച്ച് മാസം 5-ാം തീയതി തൃശ്ശൂരിൽ നടന്ന കൺവെൻഷനിൽ ദേവൻ എന്നെ വേർപിരിച്ചു. 1973 മാർച്ച് മാസം 5-ാം തീയതി തൃശ്ശൂർ കൺവെൻഷനിൽ വെച്ച് കർത്താവിനെ ശുശ്രൂഷയ്ക്കായി വേർതിരിച്ചു. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അടിക്കടി സൺഡേക്ക് ഒരു കാരണമാണ്. ഞങ്ങൾ കൂടെ വഴക്കിടുന്നതിന് ഒരു കാരണം സൺഡേയിലെ അൻപ്. അതൊരു സ്നേഹമാണ്. ഞാൻ ചൊല്ലും, ഞാൻ താൻ സീനിയർ. ഞാൻ പറയും, ചാക്കോച്ചായോ ഞാൻ തന്നെയാണ് സീനിയർ. 2 മാസത്തെ സീനിയർ. അവർ മെയ്. ഞാൻ മാർച്ച്, അദ്ദേഹം മെയ്. 2 മാസത്തെ സീനിയോറിറ്റി. ഞാൻ താൻ പെരിയവൻ. ഉടനെ പറയും, ഞാനാണ് മൂത്തവൻ. അത് കറക്റ്റ്. എന്നെക്കാട്ടിൽ 9 വയസ്സ് കൂടെ. എന്നെക്കാളും 9 വയസ്സ് കൂടുതലാണ്. ദൈവത്തിന് മഹത്വം. അപ്പോ ദേവനുടെ അழைപ്പ് തേവ. ദൈവത്തിന്റെ വെളി വേണം. രണ്ടാമത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അന്യഭാഷ അടയാളത്തുടൻ പെറ്റിരുക്ക. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അന്യഭാഷ അടയാളത്തോടുകൂടെ പ്രാപിച്ചിരിക്കണം. 24:49. ലൂക്കോസ് 24:49. മൂന്നാമത് മാംസത്തിൻപടി ഒരുവനെയും അറിയാமல் ജീവിക്കുക. മൂന്നാമതായി ജഡപ്രകാരം ആരെയും അറിയാതെ ജീവിക്കണം. 2 കൊരിന്ത്യർ 5-ാം അധികാരം 16-ാം വചനം. 2 കൊരിന്ത്യർ 5:16. നാലാമത് വിശ്വാസത്തിൽ ജീവിക്കണം. നാലാമതായി വിശ്വാസത്തിൽ ജീവിക്കണം. 2 കൊരിന്ത്യർ 5-ാം അധികാരം 6-ാം വചനം. 2 കൊരിന്ത്യർ 5:6. ദൈവത്തിന് മഹിമ. ദൈവത്തിന് മഹത്വം. അടുത്ത 6-ാമത് പ്രതിഷ്ഠയും ജീവിതം. 6-ാമതായി പ്രതിഷ്ഠാ ജീവിതം. ലൂക്ക 14:26-33. ലൂക്കോസ് 14-ാം അധ്യായം 26-33 വാക്യങ്ങൾ. അത് മറ്റുമല്ല മത്തേയോ 19-ാം അധികാരം 12-ാം വചനത്തിൻപടി. അതോടൊപ്പം മത്തായി 19-12 വാക്യപ്രകാരം അന്നക പ്രതിഷ്ഠയുള്ളവനാകെ കാണപ്പെടും. ഷണ്ഡന്മാർ എന്ന പ്രതിഷ്ഠയിലായിരിക്കണം. ദേവരാജ്യ നിമിത്തം തങ്ങളെയെ അന്നകളാകെ മാറ്റിക്കൊണ്ടവർ. ദൈവരാജ്യ നിമിത്തം തങ്ങളെ തന്നെ ഷണ്ഡന്മാരാക്കിയവർ. ആരും വിവാഹം ചെയ്യാമെന്ന് ജീവിക്കും. ഞങ്ങൾ അതുകൊണ്ട് തന്നെ അവിവാഹിതരായി ജീവിക്കുന്നു. ദൈവത്തിന് മഹത്വം. കാരണം ഇത് ദേവന്റെ ഉപദേശം. കാരണം ഇത് ദൈവം തന്ന ഉപദേശം. ഷണ്ഡത്വ പ്രതിഷ്ഠ, പരലോകരാജ്യ നിമിത്തം, സ്വർഗരാജ്യം നിമിത്തം, സിയോൻ നിമിത്തം, യെരൂശലേം നിമിത്തം, പുതിയ യെരൂശലേം നിമിത്തം തങ്ങളെയെ അണ്ണകളാക്കി കൊണ്ടവർ. തങ്ങളെ തന്നെ ഷണ്ഡന്മാരാക്കിയവർ. അന്നിടത്തിൽ 3 അണ്ണകളെ കുറിച്ച് വാസിക്കും. അവിടെ 3 വിധ ഷണ്ഡന്മാരെ കുറിച്ച് കാണാം. ജന്മനാ ഷണ്ഡനായവൻ, മനുഷ്യരാൽ അണ്ണകളാക്കപ്പെട്ടവർ, മനുഷ്യരാൽ ഷണ്ഡന്മാരാക്കപ്പെട്ടവർ, പരലോകരാജ്യ നിമിത്തം തങ്ങളെയെ അണ്ണകളാക്കി കൊണ്ടവർ, സ്വർഗരാജ്യ നിമിത്തം തങ്ങളെ തന്നെ ഷണ്ഡന്മാരാക്കിയവർ. അവിധமான പ്രതിഷ്ഠയിൽ അവർ കാണപ്പെട്ട. അവർ അങ്ങനെയുള്ള പ്രതിഷ്ഠയിൽ കാണപ്പെട്ട. പ്രതിഷ്ഠയിൽ കടേശി വരയ്ക്കും ഉണ്മയാക ഉത്തമത്തുടൻ ജീവിച്ച. ആ പ്രതിഷ്ഠയിൽ അന്യത്തോളം വിശ്വസ്തയോടെ നിഷ്കളങ്കരായി ജീവിച്ചു. ചാക്കോച്ചൻ തന്റെ ജീവിതത്തെയും ഹൃദയത്തെയും കാത്തുകൊണ്ടാറിന്റെ പല സാക്ഷിയിലെ சொன்னது நாம் கேட்டோம். எனக்கும் நன்றாக தெரியும். ചാക്കോച്ചൻ തന്റെ ഹൃദയവും തന്റെ ജീവിതവും സൂക്ഷിച്ചുവെന്ന് സാക്ഷിയിൽ പലരും പറഞ്ഞു. എനിക്കറിയാം. ജനമേ, വിവാഹം ഇല്ലാமல் കർത്തർക്കെന്ന് ജീവിപ്പത് മേന്മയോന കാര്യം. പ്രിയ ദൈവജനമേ, വിവാഹം കൂടാതെ കർത്താവിനായി ജീവിക്കുന്നത് ശ്രേഷ്ഠമായ കാര്യമല്ല. ഇതൊരു പോരാട്ടമുള്ള കാര്യമല്ല. ഞാനിപ്പോ 47 ചാക്കോച്ചനെ പോലെ 47 വർഷமாக இந்த ஊழியம் செய்கின்றேன். ചാക്കോച്ചനെ പോലെ 47 വർഷത്തിൽ പരമായി ഞാൻ ഈ ശുശ്രൂഷ ചെയ്യുന്നു. எனக்கு இந்த ஊழியம் എനിക്ക് ഈ ശുശ്രൂഷ എത്രയോ മാധുര്യം. ദൈവത്തിന് ഒരു നാളും എനിക്ക് ദുഃഖം വന്നതില്ല. ഞാൻ ഒരിക്കലും ഇതോർത്ത് ദുഃഖിച്ചിട്ടില്ല. വിവാഹം ചെയ്യാൻ വേണ്ടുമെന്ന് വാഞ്ച വന്നതില്ല. വിവാഹം കഴിക്കണമെന്നുള്ള ആഗ്രഹം ഒരിക്കലും വന്നിട്ടില്ല. ദൈവത്തിന് മഹത്വം. ഞങ്ങൾ ഒരു പ്രതിഷ്ഠയുടെ സഹോദര സഹോദരികളാകെ ഒന്നാകെ ഒരു വീട്ടിൽ തങ്ങിയിരിക്കും. ഞങ്ങൾ ഒരുമിച്ച് ഒരു ഭവനത്തിൽ സഹോദരി സഹോദരന്മാർ എന്നുള്ളതായ പ്രതിഷ്ഠയോടുകൂടി പാർക്കുന്നു. ദൈവത്തിന് മഹത്വം. ഒരു നാളും കൂടെ ഒരു ഇച്ഛയോ ആശയോ പാസമോ വന്നതില്ല. ഒരിക്കലും ഒരുവിധമായ രാഗമോഹങ്ങൾ ആശകൾ വന്നിട്ടില്ല. ദൈവകൃപയെ പെറ്റവர்கள், ദൈവകൃപ പ്രാപിച്ചവർ. കൃപയെ പെറാവിട്ടാൽ ഒരുവനുക്കും ഇത് ചെയ്യ മുടിയാതിന്റെ 20-ാം വചനത്തിൽ വാസിക്കുന്ന മത്തായി 12:20. മത്തായി 12:20 കൃപ കൂടാതെ ഈ ജീവിതം ചെയ്യാൻ സാധ്യമല്ല. കൃപ പെറാവിട്ടാൽ ഇത് ചെയ്യ മുടിയാ. വരവും കൃപയും ലഭിച്ചെങ്കിൽ മാത്രമേ ദൈവം നമ്മെ വിളിക്കുമ്പോൾ அந்த கிருபையானது நம்மை சந்திக்கிறது. ആ കൃപ വരം നമ്മെ സന്ദർശിക്കും.
அந்த கிருபையை பாதுகாத்து ஜீவித்தால் போதும். ആ കൃപയെ സൂക്ഷിച്ച് ജീവിച്ചാൽ മതി. அந்த கிருபையை நீ வீணாக்கலாகாது. ആ കൃപയെ വ്യർത്ഥമാക്കരുത്. அந்த கிருபையினால தான் இந்த ஊழியம் செய்ய ആ முடியும். കൃപയാൽ മാത്രമേ ഈ ശുശ്രൂഷ ചെയ്യാൻ കഴിയൂ. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. கிருபை இல்லாவிட்டால் ஊழியம் செய்ய முடியாது. കൃപയില്ലാതെ ശുശ്രൂഷ அந்த ചെയ്യാനാവില്ല. கிருபையானது நம்மை தகுதிப்படுத்துகிறது. ആ കൃപ നമ്മെ പ്രാപ്തരും அந்த கிருபை യോഗ്യരുമാക്കും. நம்மை பாதுகாக்கிறது. ആ കൃപ നമ്മെ സൂക്ഷിക്കും. அந்த கிருபை எல்லா சூழ்நிலையிலும் உதவி செய்கிறது. ഏത് പരിസ്ഥിതിയിലും കൃപ നമ്മെ സഹായിക്കും. அதுதான் 2 கொரிந்தியர் 8-ാം അധ്യായം 9-ാം വചനത്തിൽ വാസിക്കുന്നു. 2 കൊരിന്ത്യർ 8-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഇത് കാണാം. കടേസിയാക പരിശുദ്ധ ജീവിതം. ഒടുവിൽ ഒരു വിശുദ്ധ ജീവിതം. ദൈവത്തിന് ഊഴിയരുടെ തകുതി. ഇതാണ് ശുശ്രൂഷകരുടെ യോഗ്യത. இந்த தகுதியில் ஊழியர்கள் வளர வேண்டும். ഈ യോഗ്യതയിൽ ശുശ്രൂഷകർ വളരണം. അവരെ പിൻപറ്റ കടമ. അതാണ് അവരെ അനുഗമിക്കട്ടെ. മൂന്നാമത് ഒരുവൻ ഞാൻ എங்கே இருக்கிறேனோ அங்கே என் ஊழியக்காரனும் இருப்பான். ഞാൻ ഇരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. ഞാൻ എங்கே இருக்கிறேனോ ഞാൻ എവിടെ ഇരിക്കുന്നുവോ. ദേവാദി ദേവൻ എங்கே இருக்கிறார்? ദൈവാദി ദൈവം എവിടെയാണ്? എല്ലാവരും சொல்லுவாங்க പരലോകത്തിൽ இருக்கிறார். പലരും പറയും സ്വർഗ്ഗത്തിൽ. അത് കറക്റ്റ് தான். ശരിയാണ്. ഇപ്പോ എന്നിട്ട് പാസ്റ്റർ നീ എங்கே இருக்கிறீங்க? പാസ്റ്റർ നിങ്ങൾ എവിടെയാണെന്ന് ചോദിച്ചാൽ ചെന്നൈയിൽ ഇരിക്കും. ഞാൻ പറയും ചെന്നൈ. പാസ്റ്റർ എം.ടി. തോമസ് ചെന്നൈ. കടിതം എനിക്ക് വരുമോ വരാതെ? ആ മേൽവിലാസത്തിൽ പാസ്റ്റർ എം.ടി. തോമസ് ചെന്നൈ എഴുതിയാൽ എനിക്ക് എഴുത്ത് വരുമോ? വരുമോ? അത് പൂർണ്ണ വിലാസമല്ല. അത് പൂർണ്ണ മേൽവിലാസമല്ല. ചെന്നൈയിൽ എഴുതിനാ പോതാ. ചെന്നൈ എന്ന് മാത്രം എഴുതിയാൽ പോരാ. അതൊരു വിലാസമുണ്ട്. അതിനൊരു മേൽവിലാസമുണ്ട്. ദേവാദി ദേവനക്ക് ഒരു വിലാസമുണ്ട്. ദൈവാദി ദൈവത്തിന് ഒരു അഡ്രസ് ഉണ്ട്. പരലോകത്തിൽ താൻ. സ്വർഗ്ഗത്തിലാണ്. ചെന്നൈയിൽ താൻ. ചെന്നൈയിലാണ് ഞാൻ. ചെന്നൈയിൽ എഴുതിന കടിതം കിടക്കാതെ. ചെന്നൈ എന്ന് മാത്രം എഴുതിയാൽ എനിക്ക് എഴുത്ത് കിട്ടുകയില്ല. പൂർണ്ണ വിലാസം എഴുതണം. പൂർണ്ണ മേൽവിലാസം വേണം. റോജാ തെരു, റോജാ സ്ട്രീറ്റ്, ചെന്നൈ 69. ചെന്നൈ 69. അപ്പോൾ എഴുതിനാത്ത കിടക്കും. അങ്ങനെ എഴുതിയെങ്കിലേ കിട്ടും. ദബന്തക്കോസ് മിഷൻ എഴുതണം. ദബന്തക്കോസ് മിഷൻ അല്ലെങ്കിൽ നമ്പർ 5 അല്ലെങ്കിൽ നമ്പർ 5. தேவனுக்கு மகிமை. ദൈവത്തിന് മഹിമ. அப்போதுதான் அந்த கடிதம் கிடைக்கும். അപ്പോഴേ ആ എഴുത്ത് தேவாதி தேவன் தங்கும் இடம் எங்கே? ദൈവാദി ദൈവം എവിടെ വസിക്കുന്നു? அவர் எங்கே தங்கி இருக்கிறார்? താൻ എവിടെയാണ് വസിക്കുന്നത്? அதை நீங்கள் நன்றாக விளங்க வேண்டும். നിങ്ങൾ നന്നായി മനസ്സിലാക്കുക. தேவாதி தேவன் தங்கும் இடம் எங்கே? ദൈവാദി ദൈവം എവിടെ പാർക്കുന്നു? 132-ാം സംഗീതം 13-14 വാസിക്കുമ്പോൾ 132-ാം സങ്കീർത്തനം 13-14 വാക്യങ്ങൾ വായിക്കുക. യഹോവ സിയോനെ തിരഞ്ഞെടുക്കുകയും അതിനെ തന്റെ വാസസ്ഥലമായി ഇച്ഛിക്കുകയും ചെയ്തു. കർത്തർ സിയോനെ തിരഞ്ഞെടുത്ത് വാസസ്ഥലമായി വിരുമ്പിനാർ. യഹോവ സിയോനെ തിരഞ്ഞെടുത്തു, തന്റെ വാസസ്ഥലമായി അതിനെ ആഗ്രഹിച്ചു. ഞാൻ അത് വിരുമ്പിനപടിയാൽ അങ്ങയെ ഞാൻ തങ്ങിയിരിക്കും. അതിനെ ഇച്ഛിച്ചിരിക്കുകയാൽ ഞാൻ എന്നേക്കും അവിടെ വസിക്കും. പിതാവാം ദേവൻ പരലോകത്തിൽ സിയോനിൽ തങ്ങിയിരിക്കും. പിതാവായ ദൈവം സ്വർഗ്ഗത്തിൽ സിയോനിൽ വസിക്കുന്നു. സ്വർഗ്ഗത്തിൽ ഒരു സിയോൻ ഉണ്ട്. അതേ വേളയിൽ ഭൂമിയിലും സിയോൻ ഉണ്ട്. അതേസമയം ഭൂമിയിലും ഒരു സിയോൻ ഉണ്ട്. 2 സാമുവേൽ 5-ാം അധ്യായം 7-ാം വചനത്തിൽ 2 ശമൂവേൽ 5:7 ഭൂമിയിലെ സിയോനുക്ക് ദാവീദിൻ പട്ടണം എന്ന് പേർ. ഭൂമിയിലെ സിയോന് ദാവീദിന്റെ നഗരം എന്ന് പേർ. ദാവീദിൻ നഗരം എന്ന് പേര്. അത് ദാവീദിന്റെ നഗരം എന്ന് വിളിക്കപ്പെടുന്നു. അത് യെബൂസ്യരുടെ കയ്യിൽ കാണപ്പെട്ടത്. അത് മുൻപേ യെബൂസ്യരുടെ കയ്യിലായിരുന്നു. ദൈവത്തിന് മഹത്വം. അതിനാൽ ദാവീദ് അത് പിടിച്ചെടുത്തു. അത് ഭൂമിയിലെ സിയോൻ. അത് ഭൂമിയിലെ സിയോൻ. அந்த സിയോനെ കുറിച്ച് ഞങ്ങൾ പേசுகிறோம். ഞങ്ങൾ ആ സിയോനെ കുറിച്ചല്ല പറയുന്നത്. അത് എന്നേക്കും அந்த സിയോൻ அப்படி இருக்க முடியாது. ആ സിയോൻ ഇന്നും നിലനിൽക്കില്ല. പരലോകത്തിൽ ഒരു സിയോൻ ഉണ്ട്. പക്ഷേ സ്വർഗ്ഗത്തിൽ ഒരു സിയോൻ ഉണ്ട്. പരലോകത്തിൽ ഒരു യെരുശലേം ഉണ്ട്. സ്വർഗ്ഗത്തിൽ ഒരു യെരൂശലേം ഉണ്ട്. ഇത് നിങ്ങൾ വിളങ്ങിക്കൊള്ള വേണം. ഇതാ നിങ്ങൾ ഗ്രഹിക്കണം. അത് കർത്തർ പരലോകത്തിലെ സിയോനെ തിരഞ്ഞെടുത്ത് അത് തന്നുടെ വാസസ്ഥലമാകെ വിരുമ്പിനാർ. യഹോവ സ്വർഗ്ഗത്തിലെ സിയോനെ തിരഞ്ഞെടുക്കുകയും തന്റെ വാസസ്ഥലമായി അതിനെ ഇച്ഛിക്കുകയും ചെയ്തു. അങ്ങേ ഞാൻ എന്തെന്റേക്കും തങ്ങുവേൻ. അവിടെ ഞാൻ എന്നേക്കും വസിക്കും. നിത്യനിത്യമാക തങ്ങുവേൻ. നിത്യാനിത്യകാലം അവിടെ പാർക്കും. കഴിവില്ല, അതിന് നാശമില്ല. അവിടെ പിശാചില്ല. അവിടെ പാപമില്ല. അവിടെ അവസാനമില്ല. അത് അന്തമില്ല രാജ്യം, ഇളകാത്ത രാജ്യം. എല്ലാ വേദത്തിൽ വാസിക്കണം. ബൈബിളിൽ ഇതൊക്കെയുണ്ട്. ആകയാൽ ദൈവം സിയോനിൽ വസിക്കുന്നു. ഒരുവൻ എനിക്ക് ശുശ്രൂഷ ചെയ്താൽ ഏത് ശുശ്രൂഷ? മൽക്കീസേദക്കിന്റെ ക്രമത്തിലുള്ള നിരപ്പിൻ ശുശ്രൂഷ.
ദൈവത്തിന് മഹത്വം. മെൽക്കിസദേക്കിനുടെ മുറമയിൻപടി പൂർണ്ണത്വത്തിന് ഊഴിയം. മെൽക്കിസദേക്കിന്റെ ക്രമത്തിലുള്ള തികവിൻ ശുശ്രൂഷ. ദേവനക്ക് പല ഊഴിയങ്ങളുണ്ട്. കർത്താവ് പല ശുശ്രൂഷകൾ വെച്ചിട്ടുണ്ട്. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. 1 കൊരിന്ത്യർ 12-ാം അധികാരം 28-ാം വചനത്തിൽ 1 കൊരിന്ത്യർ 12:28 പല ഊഴിയങ്ങളെ കുറിച്ച് വായിക്കുന്നു. പല ശുശ്രൂഷകളെ കുറിച്ച് വായിച്ചു. ലോകത്തിലെ 5 ഊഴിയങ്ങൾ വിശ്വാസികളും ചെയ്യக்கூடிய. ആരംഭത്തിലെ 5 ശുശ്രൂഷകൾ വിശ്വാസികളും ചെയ്യേണ്ടതാണ്. 3 ഊഴിയങ്ങൾ പ്രതിഷ്ഠിക്കപ്പെട്ട ഊഴിയർക്കുള്ള ഊഴിയം. ഒടുവിൽ പറയുന്ന 3 ശുശ്രൂഷകൾ പ്രതിഷ്ഠിത ശുശ്രൂഷകർക്കുമുള്ളത്. ദൈവത്തിന് മഹത്വം. രക്ഷിക്കപ്പെട്ട യാവരും ഊഴിയം ചെയ്യണം. രക്ഷിക്കപ്പെട്ട എല്ലാവരും ശുശ്രൂഷ ചെയ്യണം. രക്ഷിക്കപ്പെട്ട യാവരും മക്കളെ ആദായപ്പെടുത്ത വേണം. രക്ഷിക്കപ്പെട്ടവരെല്ലാം ജനങ്ങളെ നേടണം. സുവിശേഷത്തെ ചൊല്ല വേണം. സുവിശേഷം പറയണം. അറ്റ്ലീസ്റ്റ് ഒരു ട്രാക്റ്റാവത് കൊടുക്ക വേണം. കുറഞ്ഞ പക്ഷം ഒരു ട്രാക്റ്റെങ്കിലും കൊടുക്കണം. ഈ മക്കളെ രക്ഷിപ്പിൽ വഴി നടത്ത വേണം. ആത്മാക്കളെ രക്ഷയിലേക്ക് നടത്തണം. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. നീ മല്ലടിയാതെ ഇരിക്കലാകാതെ. നീ ഒരിക്കലും മച്ചിയായിരിക്കരുത്. പരലോകത്തിൽ പിള്ളകൾ തേവ. സ്വർഗത്തിൽ നമുക്ക് മക്കൾ വേണം. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. നീ മല്ലടിയാനാൽ മച്ചിയായാൽ പരലോകത്തിന് പ്രയോജനമില്ല. സ്വർഗത്തിന് പ്രയോജനമില്ല. അതിനാലതാ റോമർ 7-ാം അധികാരം 4-ാം വചനത്തെ വാസിക്കുമ്പോൾ റോമാലേഖനം 7:4 ദേവനുക്കന്റെ കർത്താവിനായി കനി കൊടുക്കக்கூடிய ഊഴിയം ചെയ്വായ. ദൈവത്തിനായി ഫലം കായ്ക്കുന്ന ഒരു ജീവിതം ചെയ്യുക. ദേവനുക്ക് മഹിമ. ദൈവത്തിന് 4 വിധത്തിലെ കനികളുണ്ട്. 4 വിധ ഫലമുണ്ട്. അതിലൊരു കനി ആത്മാക്കളെ ആദായപ്പെടുത്തുക. അതിലൊരു ഫലമാണ് ആത്മാക്കളെ നേടുക. ദേവജനമേ എല്ലാവരും ഊഴിയം ചെയ്യുക. ദൈവജനമേ എല്ലാവരും ശുശ്രൂഷ ചെയ്യുക. ഊഴിയം ചെയ്യുക. ലഹരിക വിതരണം ചെയ്യുക. ആശുപത്രി ഊഴിയം ചെയ്യുക. ആശുപത്രി ശുശ്രൂഷ ചെയ്യുക. ഊഴിയം ചെയ്യുക. ജയിൽ ശുശ്രൂഷ ചെയ്യുക. സുവിശേഷത്തെ മറ്റുള്ളവരോട് സുവിശേഷം പറയുക. സൺഡേ സ്കൂൾ പ്രവർത്തനങ്ങൾ ചെയ്യുക. ഏരിയ പ്രാർത്ഥനയുടെ വേല ചെയ്യുക. പല പല ഊഴിയങ്ങൾ നാം എല്ലാവരും പല പല ശുശ്രൂഷകൾ നമുക്ക് എല്ലാവർക്കും ചെയ്യാം. അവിധமான ഊഴിയം ചെയ്തതിനാൽ നീ സിയോനിൽ വന്ന് ചേര മുടിയാ. ഇങ്ങനെയുള്ള ശുശ്രൂഷ ചെയ്തതുകൊണ്ട് നീ സിയോനിൽ വന്ന് ചേര വേണ്ടുമാനാൽ സിയോനിൽ വന്നെത്തണമെങ്കിൽ ഊഴിയം ചെയ്യണം. നിരപ്പിന്റെ ശുശ്രൂഷ ചെയ്യണം. ദേവന് അവൻ താൻ ഞാൻ എங்கே இருக்கிறேனோ அங்கே என் ஊழியக்காரனும் இருப்பான். ആ ശുശ്രൂഷ ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ ഇരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷക്കാരൻ. സിയോൻ ഉണ്ട് എന്ന് നാം വിളങ്ങിക്കൊള്ള வேண்டும். സ്വർഗ്ഗത്തിൽ സിയോൻ ഉണ്ടെന്ന് മനസ്സിലാക്കുക. அந்த സിയോൻ ദേവനുடைய മഹിമ നിറമ്പിന ഇടം. ആകയാൽ ആ സിയോൻ എന്ന് പറയുന്നത് ദൈവം വസിക്കുന്നതായ ദൈവ സന്നിധിയായ സ്ഥലം. 84-ാം സംഗീതം 7-ാം വചനത്തിൽ വാസിക്കുന്നു. 84-ാം സങ്കീർത്തനം 7-ാം വാക്യം. അവർ മേൽക്കുമേൽ ബലനെ പെറ്റ് സിയോനിൽ ദേവനുடைய സന്നിധിയിൽ വന്ന് ചേർന്നാർ. അവരെല്ലാവരും മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു. എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു. அந்த സിയോൻ എங்கே? ആ സിയോൻ എവിടെ? സ്വർഗ്ഗം എവിടെ? എഫേസ്യർ 4-ാം അധികാരം 10-ാം വചനത്തെ വാസിക്കുമ്പോൾ എഫേസ്യർ 4:10 വാനാദി വാനങ്ങൾക്ക് മേലെയുള്ള ഇടം. സ്വർഗ്ഗാദി സ്വർഗ്ഗത്തിന് മീതെയുള്ള സ്ഥലമാണത്. ഇതൊന്നും വെറും ഒരു സങ്കല്പമല്ല. ഇതെല്ലാം നമ്മുടെ ഒരു ഭാവനയല്ല. ഇമാജിനേഷൻ അല്ല. ഇതെല്ലാം സങ്കല്പമല്ല. പരിശുദ്ധവാൻകൾ നമുക്ക് ചൊല്ലി തന്നിരിക്കുകയാണ്. വിശുദ്ധന്മാർ പഠിപ്പിച്ച യാഥാർത്ഥ്യം അത് ഞങ്ങൾ പഠിച്ച് തിരുപ്പി ചൊല്ലുകയും ഞങ്ങളത് അനുഭവമാക്കുകയും ഞങ്ങൾ പഠിച്ച് അനുഭവിക്കുകയും നിങ്ങളോട് പറയും. 10-ാം വചനത്തിൽ എന്നെ വാസിക്കുന്നു. എഫേസ്യർ 4:10 എന്തുണ്ട്? ഉയർത്തെഴുന്ന യേശു വാനാദി വാനങ്ങൾക്ക് മേലാകെ എടുത്തുകൊള്ളപ്പെട്ടാർ എന്ന് വാസിക്കുന്നു. യേശു ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാദി സ്വർഗ്ഗത്തിന് മീതെ ഇരുന്നു. വാനാദി വാനങ്ങൾക്ക് മേലെ പോയി എന്നെ ചെയ്ത സ്വർഗ്ഗാദി സ്വർഗ്ഗത്തിന് മീതെ കയറിപ്പോയി എന്ത് ചെയ്തു? യെശയ്യാ 28:16-ാം വചനത്തിൽ യെശയ്യാപുരം 28:16 പ്രകാരം സിയോനിൽ പരലോക സിയോനിൽ അവൻ മൂലക്കല്ലാകെ മാറ്റപ്പെട്ടു. താൻ സ്വർഗ്ഗ സിയോനിൽ മൂലക്കല്ലായി പരലോകത്തിൽ മൂലക്കല്ലാകെ മാറ്റപ്പെട്ടപ്പോൾ സ്വർഗ്ഗത്തിലെ മൂലക്കല്ലായി മാറിയപ്പോൾ അപ്പോസ്തല നടപടികൾ 2-ാം അധികാരം മുതൽ 2 വചനത്തിൻപടി അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം ആദ്യത്തെ 2 വാക്യങ്ങൾ പരിശുദ്ധാത്മാവിനെ വാങ്ങി ഭൂമിക്ക് അനുപ്പിനാർ. പിതാവിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ വാങ്ങി ഭൂമിയിൽ അയച്ചു. ഭൂമിയിൽ ദേവനുടെ സഭയാണത് സ്ഥാപിതമാണ്. ഭൂമിയിൽ ദൈവസഭ സ്ഥാപിതമായി. അഭിഷേകപ്പെട്ട ദേവസഭതാൻ സഭ. അഭിഷേകം പ്രാപിച്ച ദൈവസഭയാണ് യഥാർത്ഥ സഭ. അന്യഭാഷ പറയുന്ന സഭയാണ് യഥാർത്ഥ സഭ. അഭിഷേകത്തിനാൽ ഒരു ശരീരമാകാൻ നാം മാറ്റപ്പെടുക. അഭിഷേകത്താൽ നാം ഏക ശരീരമാകുന്നു. 1 കൊരിന്ത്യർ 12-ാം അധികാരം 13-ാം വചനത്തെ വാസിക്കുമ്പോൾ 1 കൊരിന്ത്യർ 12-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഒരേ ആവിയിനാൽ നാം ഒരു ശരീരമാകുമാർ. ഒരേ ആത്മാവിനാൽ നാം ഏക ശരീരമാകുന്നു. ദൈവത്തിന് മഹത്വം. അല്ലാതെ അഭിഷേകത്തെ നാം പെറ്റുകൊള്ള വേണം. ആകയാൽ നാം അഭിഷേകം പ്രാപിക്കണം. പരലോകത്തിൽ സിയോനിൽ മൂലക്കല്ലാനപ്പോൾ കർത്താവായ യേശു ക്രിസ്തു സ്വർഗ്ഗ സിയോനിലെ മൂലക്കല്ലായപ്പോൾ വേലയെ
ആരംഭിക്കും. പുതിയ വേല ആരംഭിച്ചു. അതുதான் സിയോൻ യെരുശലേം വേല. അതാണ് പുതിയ യെരുശലേമിന്റെ സിയോന്റെയും പണി. അതാണ് മണവാട്ടിയുടെ പ്രവൃത്തി. ദൈവത്തിന് മഹത്വം. മേലും 48-ാം സംഗീതം 1-ാം വചനത്തെ 2-ാം വചനത്തെ വാസിക്കുമ്പോൾ 48-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിൽ വടദിശയിലുള്ള സിയോൻ പർവ്വതം വടിപ്പமான സ്ഥാനവും സർവ്വ ഭൂമിയും മകിഴ്ചിയുമായി ഇരിക്കുന്നത് മഹാരാജാവിൻ നഗരം. ഉത്തരഗിരിയായ സിയോൻ പർവ്വതം സൗന്ദര്യത്തിന്റെ പൂർണ്ണതയാകുന്നു. അത് മഹാരാജാവിന്റെ നഗരമാകുന്നു. ദൈവത്തിന് മഹത്വം. 50-ാം സംഗീതം 1-ാം വചനത്തിൽ എന്ന വാസിக்கிறோம். 50-ാം സങ്കീർത്തനം 1-2 വാക്യങ്ങളിൽ സിയോനിലിരുന്ന് പ്രകാശിക്കുന്നു. സൗന്ദര്യത്തിന്റെ പൂർണ്ണതയായ സിയോനിൽ നിന്ന് ദൈവം പ്രകാശിക്കുന്നു. യെശയ്യാ 2-ാം അധ്യായം 4-ാം വചനത്തിൽ എന്ന വാസിக்கிறோം. യെശയ്യാ 2:4 സിയോനിൽ നിന്ന് വേദവും യെരുശലേമിൽ നിന്ന് വചനവും പുറപ്പെടുന്നു. സിയോനിൽ നിന്ന് ഉപദേശവും യെരൂശലേമിൽ നിന്ന് യഹോവയുടെ വചനവും പുറപ്പെടുന്നു. എത്രയോ വചനങ്ങൾ സിയോനെ കുറിച്ച് നാം വാസിക്കുന്നു. സിയോനെ കുറിച്ച് തെളിയിക്കുവാൻ എത്രയോ തിരുവെഴുത്തുകളുണ്ട്. ആനപടിയാൽ അന്ത സിയോനുക്കാக നാം വൈരാഗ്യം കൊള്ളവേ. ആകയാൽ ആ സിയോന് വേണ്ടി തീക്ഷ്ണതയോടെ ഇരിക്കാം. സക്കറിയാവിൽ 5-ാം അധ്യായത്തിൽ എന്ന വാസിக்கிறோம். സക്കറിയാവ് 5-ാം അധ്യായം സിയോനുക്കാகவும் യെരുശലേമുക്കാகவும் ഞാൻ വൈരാഗ്യം കൊണ്ടിരുന്നു. ഞാൻ സിയോന് വേണ്ടിയും യെരൂശലേമിന് വേണ്ടിയും മഹാതീക്ഷ്ണതയോടെ എരിയുന്നു. ദൈവത്തിന് മഹത്വം. ആകയാൽ ഞാൻ എங்கே இருக்கிறேனோ அங்கே ஊழியக்காரனும் இருப்பான். ആകയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. ആകയാൽ ഊഴിയர்களே നമ്മുടെ പ്രതിഷ്ഠയെ പാതുകാത്ത് ജീവിക്കാം. ആകയാൽ ശുശ്രൂഷകരെ നമ്മുടെ പ്രതിഷ്ഠയെ കാത്തു പാലിച്ച് ജീവിക്കാം. இன்னைக்கு ஊழியர்கள் ஊழியம் விட்டு போகிறார். ഇന്ന് പലരും ശുശ്രൂഷ വിട്ടു പോകുന്നുണ്ട്. ஊழியத்துக்கு எந்த விதமான கெடுதியும் இல்லை. ശുശ്രൂഷയ്ക്ക് ഒരു ദോഷവും അത് നിമിത്തമുണ്ടാകുന്നില്ല. இந்த ஊழியம் சரியில்லை. ചിലർ പറയും വേല ശരിയല്ല. ഇത് ദേവനുടെ ഊഴിയം. ഇത് കർത്താവിന്റെ ശുശ്രൂഷ. ഊഴിയം വിട്ടു പോകാൻ കാരണം എന്ന് എന്നാൽ ശുശ്രൂഷ വിട്ടു പോകുവാൻ കാരണമെന്ത്? പല കാരണമുണ്ട്. പല കാരണങ്ങളുണ്ട്. പലയിടത്തും ചൊല്ലി വരുന്നു. പലയിടത്തും ഞാനത് പറയുന്നുണ്ട്. ഊഴിയർക്കാக சொல்லுகிறேன். ശുശ്രൂഷകർക്ക് വേണ്ടി പറയുന്നു. ഊഴിയുടെ കാരണം എന്ന് ശുശ്രൂഷ ഈ ശുശ്രൂഷ വിട്ടു പോകുവാൻ കാരണം എസെക്കിയേൽ 34-ാം അധ്യായം 2-ാം വചനത്തിൽ നിന്ന് 10-ാം വചനം വരെ വാസിക്കുമ്പോൾ എസെക്കിയേൽ 34-ാം അധ്യായം 2 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ തങ്ങളെ മേയ്ക്കുന്ന ഊഴിയർക്ക് അയ്യോ, തങ്ങളെ തന്നെ മേയ്ക്കുന്ന ഇടയന്മാർക്ക് അയ്യോ കഷ്ടം. പഠിച്ചു പാരുங்க 2-ാം വചനം. തങ്ങളെ തന്നെ മേയ്ക്കുന്ന ഇസ്രായേലിന്റെ ഇടയന്മാർക്ക് അയ്യോ കഷ്ടം. ദൈവത്തിന് മഹത്വം. തങ്ങളെ മേയ്ക്கிறார்கள். അവർ തങ്ങളെ തന്നെയാണ് മേയ്ക്കുന്നത്. 10 രൂപ കിടച്ചാൽ അത് തനക്ക്. 20 രൂപ കിട്ടിയാൽ തനിക്ക്. ഒരു പൊരുൾ കിടച്ചാൽ തനക്ക്. ഒരു സാധനം കിട്ടിയാൽ അതെനിക്ക് വേണം. அப்படிப்பட்டவர்களை தேவன் ஊழியத்தில் இருந்து തള്ളുகிறாർ എന്ന് 10-ാം വചനത്തിൽ വാസിക്കുന്നു. അങ്ങനെയുള്ളവരെ കർത്താവ് ഈ വേലയിൽ നിന്ന് പുറന്തള്ളുന്നു എന്നാണ് 10-ാം വാക്യത്തിൽ വായിക്കുന്നത്. ஊழியம் விட்டு விலகாமல் இருக்கும்படியாக அருமையான சாக்கோச்சன் அவர்கள் உன்னை கண்டித்தது ഉണ്മ നല്ലത്. ആകയാൽ നീ ശുശ്രൂഷ വിട്ട് പുറന്തള്ളപ്പെടാതിരിക്കേണ്ടതിന് പ്രിയ ചാക്കോച്ചാൻ നിന്നെ ശാസിച്ചത് വളരെ നല്ലതും പ്രയോജനവുമാണ്. നീ ഊഴിയം വിട്ടു പോവായേ. അങ്ങനെ നീ നശിച്ചുപോയാൽ വേല വിട്ടു പോകും. இந்த ஊழியத்துக்கு தேவனல்லவா உன்னை அழைத்தார். ഈ ശുശ്രൂഷയ്ക്ക് നിന്നെ ദൈവമല്ലേ വിളിച്ചത്? தேவனல்லவா ഇമ്മട്ടും ഉന്നെ നടത്തിയത്. ഇത്രത്തോളം നിന്നെ നടത്തിയത് ദൈവമല്ലായിരുന്നു. ഊഴിയം വിട്ട് വെളിയെ പോവത്, ദേവനുടെ മുഖത്തിൽ കരി തേച്ച് പോവത് ദേവനുക്ക് വിരുപ്പമാ. നീ ശുശ്രൂഷ വിട്ടു പോകുമ്പോൾ ദൈവത്തിന്റെ മുഖത്ത് കരിവാരി തേച്ചു പോകുന്നത് പോലെയാണ്. ദൈവം അത് ഇഷ്ടപ്പെടുന്നില്ല. എബ്രായർ 10-ാം അധ്യായം 38-ാം വചനത്തിൽ എന്ന് വാസിക്കുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 10:38 എന്ന് വായിക്കുന്നു. നീ വിശ്വാസത്തെ വിട്ടു വിലകി എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നുവെങ്കിൽ പിൻവാങ്ങി പോവാനായി ആത്മാവിൽ പ്രിയമായിരാതെ എന്റെ ഉള്ളം അവനിൽ പ്രസാദിക്കുകയില്ല. ഊഴിയர்களെ ഗവനിയുങ്ങൾ, ശുശ്രൂഷകർ ശ്രദ്ധിക്കുക. എല്ലായിടത്തും പേശി വരികില്ല. ഞാൻ എല്ലായിടത്തും ഇത് പറയുന്നുണ്ട്. ചാക്കോച്ചനെ പോലെ ഒരു വൈരാഗ്യമുണ്ട്. എനിക്കും ചാക്കോച്ചാനെ പോലെ ഒരു എരിയുണ്ട്. ഊഴിയர்களെ കണ്ടിപ്പേ, ഞാൻ ശുശ്രൂഷകരെ ശാസിക്കും. കണ്ടടയായി വിടമാട്ടേ, കണ്ടിട്ട് കാണാത്തതുപോലെ വിടില്ല. എന്നോട് ഇടപെടിയ ശുശ്രൂഷകർക്ക് അത് അറിയാം. അടുത്ത പ്രാവശ്യം ഞാൻ തന്നെ അവർക്ക് ആഹാരം കൊടുക്കും. എന്റെ ആഹാരം കൊടുക്കും. ദൈവത്തിന് മഹത്വം. നീ ശുശ്രൂഷ വിട്ടു പോയാൽ പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. അവൻ എന്റെ പോവാൻ അവൻ ഇവിടെ പോകും. നീ ഒരുവേള പണം സമ്പാദിക്കണം, ഒരുപക്ഷെ ധനം സമ്പാദിച്ചേക്കാം, എന്നാൽ നിഷ്പ്രയോജനം. ലൂക്ക 9-ാം അധ്യായം 62-ാം വചനത്തെ വാസിക്കുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 9:62 കലപ്പമേൽ കരങ്ങളെ വയ്ത്ത പിற்பாடு
பின்னிட்டு பார்க்கிறவன் ஒருவனும் இந்த தேவ ராஜ்யத்துக்கு தகுதியுள்ளவன் அல்ல. കലപ്പമേൽ കൈവച്ചിട്ട് പുറകോട്ട് നോക്കുന്നവൻ ദൈവരാജ്യത്തിന് യോഗ്യനല്ല. கலப்பையின் தன் கையை வைத்து பின்னிட்டு பார்க்கிறவன் தேவனுடைய ராஜ்யத்துக்கு தகுதியுள்ளவன் அல்ல. ദൈവരാജ്യത്തിന് യോഗ്യനല്ല. വാനത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദേവാദി ദേവൻ യേശു ക്രിസ്തു അവരുടെ വായിനാൽ சொன்ன സത്യം. സ്വർഗ്ഗവും ഭൂമിയെ സൃഷ്ടിച്ചതായ ദൈവാദിദൈവം കർത്താവായ യേശു തിരുവായി വഴി അരുളി ചെയ്ത സത്യമാണിത്. ഊഴിയர்களே, உங்கள் கைகள் எங்கே இருக்கிறது? ശുശ്രൂഷകരെ, നിങ്ങളുടെ കൈകൾ ഇപ്പോൾ എവിടെ? കലപ്പമേൽ കരങ്ങളെ வைத்து விட்டார். കലപ്പമേൽ കൈവച്ച് കഴിഞ്ഞു. നിനക്ക് പോരാട്ടമുണ്ട്. നിനക്ക് പ്രതിസന്ധി വരും. നിനക്ക് പ്രശ്നങ്ങളുണ്ട്. നിനക്ക് പ്രശ്നങ്ങൾ വരും. നിനക്ക് പലവിധമായ എതിർപ്പുകൾ വരണം. പലവിധമായ എതിർപ്പുകൾ വരും. വരട്ടെ. ഉനക്ക് വിരോധമായി എഴുമ്പുറ എന്ത് ആയുധവും വായിക്കാമൽ പോകും. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. അപ്പൊ എസെക്കിയേൽ 34:10 പഠിയുക. എഹെസ്കേൽ 34:10. ഞാൻ എന്റെ ആടുകളെ അവരുടെ കയ്യിൽ നിന്ന് ചോദിച്ച് ആടുകളെ അവരുടെ കയ്യിലിരുന്ന് വാങ്ങി ആടുകളെ മേയ്ക്കാതെ അവരെ നീക്കിക്കളയും. അവരെ ഞാൻ നീക്കിക്കളയും. ഞാൻ അവരെ നീക്കും. ഊഴിയം വിട്ട് പോറാങ്ങളെ അവർ വിട്ടുപോകുന്നത് ദൈവമാണ് തള്ളിക്കളയുന്നത്. എന്റെ പണം നിനക്കായി ചെലവഴിച്ചു. ദേവ ഊഴിയர்கள் ത്യാഗികൾ. ദൈവ ശുശ്രൂഷകർ ദേവ ഊഴിയர்கள் പ്രതിഷ്ഠയുള്ളവർ. ദൈവ ശുശ്രൂഷകർ പ്രതിഷ്ഠയുള്ളവർ. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. ഇത് സാധാരണ ഒരു ഊഴിയമല്ല. ഇതൊരു സാധാരണ ശുശ്രൂഷയല്ല. എല്ലാവരും കൊണ്ട് ചെയ്യാൻ സാധ്യമല്ല. വരം പ്രാപിച്ചവരൊഴികെ ആരും ഇത് അംഗീകരിക്കുന്നില്ല. കൃപയില്ല എങ്കിൽ നിനക്ക് ഈ ശുശ്രൂഷ ചെയ്യുവാനാവില്ല. ഈ ശുശ്രൂഷ ചെയ്യണമെങ്കിലോ എഫേസ്യർ 1:17 എഫേസ്യർ 1:17 പ്രകാരം ജ്ഞാനവും വെളിപ്പെടുത്തലും തേവ. ജ്ഞാനവും വെളിപ്പാടും ആവശ്യം. അതിനാലെത്താൻ ചാക്കോച്ചൻ ചില ഊഴിയറുകളെ കണ്ടിട്ടിരിക്കണം. അതുകൊണ്ട് ചാക്കോച്ചായൻ ചില ശുശ്രൂഷകരെ ശാസിച്ചു. കണ്ടിക്കപ്പെട്ട ഊഴിയറുകളെ സന്തോഷപ്പെടുങ്ങൾ. അവരാൽ തന്റെ ശാസന കിട്ടിയവർ സന്തോഷിക്കുക. എന്ത് വിഷയത്തിക്കാக தேவன் உன்னை கண்டித்தாரோ அந்த விஷயத்தில் നീ ജാഗ്രതയായിരിക്ക வேண்டும். ഏത് വിഷയത്തിൽ തന്നിലൂടെ ദൈവം ശാസിച്ചോ അതിൽ ജാഗരൂകനായിരിക്കുക. ചാക്കോച്ചൻ പോയിവിട്ടാലും ചാക്കോച്ചൻ പോയാലും ദേവന്റെ ഊഴിയം പോകവില്ല. കർത്താവിന്റെ വേല പോയിട്ടില്ല. എന്നോട് പറഞ്ഞായ വചനം പിൻവലിച്ചിട്ടില്ല. എന്തിനായ ആ വചനം അയച്ചു തന്നോ? ഉനക്കുൾ നിറവേറും പഠിക്കും. അന്ത വസനം ജീവനുള്ള വസനമാക ക്രിയ ചെയ്യും. ആ വചനം നിന്നിൽ സാക്ഷാത്കരിക്കപ്പെടേണ്ടതിന് ജീവനോടെ അത് പ്രവർത്തിക്കും. അതിനാലെത്താൻ ഊഴിയറുകളെ കണ്ടിക്കണം. അതുകൊണ്ടാണ് ശുശ്രൂഷകരെ ശാസിക്കുന്നത്. കോപപ്പെടവില്ല, കോപിക്കുകയല്ല. ദൈവത്തിന് മഹത്വം. അത് നല്ലത്. അത് നല്ലത്. അപ്പോ ഊഴിയക്കാർ പിൻവാങ്ങാൻ കാരണം എന്നെ? ശുശ്രൂഷകർ പിന്മാറി പോകുവാൻ കാരണം മൊത്തം 8 കാരണമുണ്ട്. ഇപ്പൊ എല്ലാം 8 കാരണങ്ങളുണ്ടെങ്കിൽ എല്ലാം പറയുന്നില്ല. അழைത്ത ദേവൻ പോവെന്ന് ചൊല്ലുവാന, വിളിച്ച ദൈവം നീ പോ എന്ന് പറയുമോ? ചൊല്ല മാട്ടാൻ. താൻ പറയുകയില്ല. നീ എന്റെ ഇടത്തിൽ ഇരാവിട്ടാൽ, നീ ആ സ്ഥാനത്തില്ലെങ്കിൽ ദേവ ഊഴിയர்கள் വലത് കരത്തിൽ കാണപ്പെടുന്നതാണ്. കർത്താവിന്റെ ശുശ്രൂഷകർ ദൈവത്തിന്റെ വലങ്കയിൽ കാണപ്പെടുന്ന നക്ഷത്രം. 1:20 വെളിപ്പാട് 1:20. ഹബക്കൂക്ക് 3:4 ഹബക്കൂക്ക് 3:4 അവരുടെ കരത്തിൽ ഇരുന്ന് കിരണങ്ങൾ പ്രകാശിക്കുന്നത്. തന്റെ കയ്യിൽ നിന്ന് സൂര്യശോഭ പുറപ്പെടുന്നു. കിരണങ്ങൾ പ്രകാശിക്കും. കിരണങ്ങൾ പ്രകാശിക്കും. നക്ഷത്രത്തിൽ നിന്ന് കിരണങ്ങൾ പ്രകാശിക്കും. നക്ഷത്രത്തിൽ നിന്ന് ശോഭ. കരത്തെ വിട്ട് ദേവൻ ഒരുപോലും ഇപ്പടി വിടമാട്ടാം. ദൈവം ഒരിക്കലും തന്റെ കയ്യിൽ നിന്ന് അവരെ പുറന്തള്ളില്ല. നീയേ ഇറങ്ങി പോകുക. നീ തന്നെയാണ് ഇറങ്ങി പോകുന്നത്. നീയേ ഇറങ്ങി പോകുക. നീ തന്നെയാണ് അവിടെ നിന്ന് വഴുതി പോകുന്നത്. ഉണ്മയുള്ളവർ, വെളിച്ചവൻ വിശ്വസ്തൻ. 1 തിമോഥെയോസ് 5:24 പടി 1 തിമോഥെയോസ് 5:24 പ്രകാരം ഉണ്മയുള്ളവർ, വിളിച്ചവൻ വിശ്വസ്തൻ. അവർ അപ്പടിയേ ചെയ്യും. അവനത് നിവർത്തിക്കും. അവർ അപ്പടിയേ ചെയ്യും. അവനത് നിവർത്തിക്കും. ഊഴിയറുകളെ ധൈര്യപ്പെടുക. ശുശ്രൂഷകർ ധൈര്യപ്പെടുവിൻ. നിന്റെ പ്രതിഷ്ഠയെ കാത്തുകൊള്ളുക. പ്രതിഷ്ഠയെ സൂക്ഷിക്കുക. ത്യാഗത്തെ കാത്തുകൊള്ളുക. ത്യാഗം സൂക്ഷിക്കുക. ദേവൻ തരുന്ന പണത്തെ നീ വീണാക്കാതെ. ദൈവം തരുന്ന പണം പാഴാക്കരുത്. നീ ഒരു
പൊരുളും വാങ്ങാതെ നിനക്കായി ഒന്നും വാങ്ങരുത്. ഞാൻ ഇന്നാൾ 47 വർഷമാச்சு. ഞാൻ 47 വർഷത്തിലധികം ഒരു പൊരുളും വാങ്ങിനതില്ല. ഞാൻ എനിക്കായി ഒന്നും വാങ്ങിയില്ല. എന്റെ ബൈബിൾ എനിക്ക് വിശ്വാസത്തിൽ കിടക്കും. ഈ ബൈബിൾ വിശ്വാസത്താൽ കിട്ടിയത്. എല്ലാം എനിക്ക് വിശ്വാസത്തിൽ കിടക്കും. എല്ലാം വിശ്വാസത്താൽ കിട്ടുന്നു. അത് ചാക്കോച്ചൻ ആരോ കേട്ടാറകളാ. ചാക്കോച്ചനോട് ആരോ ചോദിച്ചു പോയി. ഞാൻ വരികരെ ചാക്കോച്ച അല്ലെങ്കിൽ പാസ്റ്റർ എന്ന വേണ്ടും. ഞാൻ വരുന്ന പാസ്റ്റർ ചാക്കോച്ച എന്ത് വേണം? അവർ சொன்ன ഗ്രേസ് വാങ്ങിട്ട് വാ. താൻ പറഞ്ഞു ഗ്രേസ് വാങ്ങിക്കൊണ്ട് വരാൻ. എനിക്കൊന്നും വേണ്ട. എനിക്ക് മറ്റൊന്നും വേണ്ട. അതാ കറക്റ്റ്. ഇതാണ് ശരി. ഊഴിയர்கள் ആരും കേട്ട് വാങ്ങക്കൂടാ. ശുശ്രൂഷകരാരും ആരോടും ഒന്നും ചോദിച്ചു വാങ്ങും. കേൾക്കുന്നുണ്ട്. എന്നോട് പലരും ചോദിക്കാറുണ്ട്. അമേരിക്കയിൽ നിന്ന് വരുമ്പോൾ, ഗൾഫിൽ നിന്ന് വരുമ്പോൾ, ഞാനിപ്പോ കോംപ്ലക്സിൽ നിൽക്കുന്നത്. പാസ്റ്റർ ഞാനിപ്പോ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിലാണ്. എന്നാ വേണം? എന്ത് വേണം? ഒന്നും വേണ്ട. ഞാൻ പറഞ്ഞൊന്നും വേണ്ട. എനിക്കെല്ലാം ദേവൻ തന്നിരിക്കുക. എനിക്കെല്ലാം ദൈവം തന്നിട്ടുണ്ട്. ഇതുവരെ ഒരു പൈസയ്ക്ക് ഒരു പൈസയുടെ സാധനം പോയി സാപ്പിട്ടതില്ല. കടയിൽ പോയി കഴിക്കാറില്ല. ദൈവത്തിന് മഹിമയാണ് ഊഴിയം, തേജസ്സുള്ള ശുശ്രൂഷ. അതിനപടിയാൽ നമ്മുടെ പ്രതിഷ്ഠയെ പാതുകാക്കും. ആകയാൽ നമ്മുടെ പ്രതിഷ്ഠ പാലിക്കാം. அப்போதுதான் தேவன் இருக்கிற இடத்தில் நாம் போய் சேரணும். അപ്പോഴാണ് ദൈവം ഇരിക്കുന്നിടത്ത് ஊழி விட்டு போக காரணம் என்ன? ശുശ്രൂഷകർ വിട്ടു പോകാൻ தேவனுடைய பணத்தை அவர்க்காக அவர் செலவு பண்ணுகிறார். ദൈവത്തിന്റെ പണം തങ്ങൾക്ക് വേണ്ടി ചെലവിടുന്നു. உன் இஷ்டத்துக்கு செலவு பண்ணாதே. നിന്റെ ഇഷ്ടത്തിന് ചെലവിടരുത്. உன் ஆசையை நிறைவேற்றாதே. നിന്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കരുത്. உன் ஆഗ്രഹத்தை நிறைவேற்றாதே. നിന്റെ ആശ നിറവേറരുത്. உன் ഇച്ഛയെ நிறைவேற்றாதേ. നിന്റെ മോഹങ്ങൾ നിറവേറ്റരുത്. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. എന്റെ ആശയം നിറവേറ്റിനാൽ, എന്റെ ആശ നിറവേറ്റിയാൽ നേരമായി വിട്ടത് മുടിക്കപ്പെടും. സമയം കഴിഞ്ഞു നിർത്താൻ. ഒരു പേന, ഒരു പേന, നല്ല പേനയിൽ വെച്ചുകൊള്ളു. നല്ല പേനയാണെന്ന് ഇരിക്കട്ടെ. നല്ല പേനയിലെ പത്ത ഗോൾഡ് മാതിരി இருக்கும். കഞ്ചല പേന കണ്ട സ്വർണ്ണം പോലെ ഇരിക്കും. നല്ല പേന. ഞാൻ ആശപ്പെട്ടു വാങ്ങി. ഞാൻ ആശിച്ചു വാങ്ങി. ആശപ്പെട്ടു വാങ്ങി. ആശിച്ചു വാങ്ങി. പേനതാ കണ്ടു പേനയാണ്. ഒന്നുമില്ല. മറ്റു കുഴപ്പമൊന്നും ആശപ്പെട്ടു വാങ്ങി. ഞാൻ ആശിച്ചു വാങ്ങി. എന്നാച്ചു தெரியுமோ? എന്തായി? യേശുക്രിസ്തുവിന്റെ ഉപദേശത്തിൽ, യേശുവിന്റെ ഉപദേശപ്രകാരം മത്തേയു 5-ാം അധികാരം 28-ാം വചനത്തിൽ, 10:28 പ്രകാരം, ഒരുവൻ ഒരു സ്ത്രീയെ ഇച്ഛയോടെ പാർത്താൽ അവളുമാകെ ഹൃദയത്തിൽ വ്യഭിചാര പാപം ചെയ്തായി. ഒരു സ്ത്രീയെ മുഖത്തോടെ നോക്കിയാൽ ഹൃദയം കൊണ്ട് അവളോട് വിചാരം ചെയ്തു. ഒരു പേനാവൻ ഇച്ഛയോടെ പാർത്താൽ, ഒരു പേന മുഖത്തോടെ നോക്കിയാൽ, ഇച്ഛയോടെ വാങ്ങിനാൽ, മോഹിച്ചു വാങ്ങിയാൽ, പേനാവുമാകെ നീ ഹൃദയത്തിൽ വ്യഭിചാര പാപം ചെയ്തായി. പേനയുമായി ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്തു. പാപം ഉനക്കുള്ളേ വന്നുവിടും. പാപം നിന്നിൽ വരും. പാപം വരുമെന്ന് എങ്കേക്ക് വസനം? പാപം വരുമെന്ന് എവിടെയാണ് വാക്യം? യാക്കോബ് 1-ാം അധികാരം 14-15 വസനം. യാക്കോബ് 1:14-15. സ്വയ ഇച്ഛയിനാൽ ഇഴുക്കപ്പെട്ട് സിക്കൊണ്ട് ശോധിക്കപ്പെടുகிறாൻ. മോഹങ്ങളാൽ ആകർഷിക്കപ്പെട്ട് വശീകരിക്കപ്പെടുന്നു. പിൻപ് ഇച്ഛയാനത് ഗർഭം ധരിച്ച്, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പിറപ്പിക്കും. പാപത്തെ പ്രസവിക്കും. പാപം പൂർണ്ണപ്പെടും. പാപം മുഴുത്തിട്ട് മരണത്തെ പിറപ്പിക്കും. മരണത്തെ പേറുന്നു. പിന്മാറ്റത്തിൽ പോകാൻ. അതാണ് പിന്മാറ്റത്തിൽ പോകാൻ കാരണം. ഇന്നാൾവരെയും പിന്മാറ്റം വന്നതില്ല. എനിക്ക് ഇന്നുവരെ ഒരു പിന്മാറ്റം വന്നിട്ടില്ല. ഊഴിയം വിട്ട് പോക വേണ്ടുമെന്ന് ആശ വന്നതില്ല. ഇന്നുവരെ വേല വിട്ടു പോകാനുള്ള ആഗ്രഹം വന്നിട്ടില്ല. അടിക്കടി ഞാനൊന്ന് വീട്ടിൽ പോകുന്നതില്ല. കൂടെ എന്റെ വീട്ടിൽ പോകാറില്ല. വർഷങ്ങളായി. ദൈവത്തിന് മഹത്വം. അത് ആശയില്ല. ആ ആശയില്ല. സ്വയ ഇച്ഛയിനാൽ ഇഴുക്കപ്പെട്ട് സിക്കൊണ്ട് നീ ശോധിക്കപ്പെടുகிறாய். തന്റെ മോഹത്താൽ ആകർഷിക്കപ്പെട്ട് വശീകരിക്കപ്പെടുന്നു. പിൻപ് ഇച്ഛയാനത് ഗർഭം ധരിച്ച്, മോഹം ഗർഭം ധരിച്ച്. പേന വാങ്ങി. 2 മാസത്തിനപ്പുറം പേനാവെ വിട്ട് 2 മാസം കഴിഞ്ഞ് പേന കളഞ്ഞു. ആർക്കോ കൊടുത്ത. അത് ആർക്കോ കൊടുത്തു. ആനാന്റെ ഇച്ഛയുണ്ട്. എന്നാൽ ആ മോഹമുണ്ടല്ലോ, ഗർഭം ധരിക്കും. അത് ഗർഭം ധരിക്കും. പാപത്തെ പ്രസവിക്കും. പാപം പൂർണ്ണപ്പെടും. പാപം മുഴുത്തിട്ട് കുഴந்தை പൂർണ്ണപ്പെടും പോലെ ഡെലിവറി ആകുന്നത് പോലെ, ആ കുഞ്ഞ് പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ പാപം പൂർണ്ണപ്പെടും പോലെ മരണത്തെ ഉരുവാക്കും. പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു. ഇത് നിങ്ങൾ വിളങ്ങിക്കൊള്ളുന്നു. ഇതാ മനസ്സിലാക്കുക. ആശയ്ക്ക് നാം ഒന്നും വാങ്ങക്കൂടാ. മോഹിച്ചൊന്നും വാങ്ങരുത്. വാങ്ങക്കൂടാ. ഞാൻ ആശിച്ചു വാങ്ങരുത്. എപ്പടി വാങ്ങലാം? പിന്നെ എങ്ങനെയാണ് വാങ്ങേണ്ടത്? തേവയ്ക്ക് വാങ്ങലാം. ആവശ്യത്തിന് വാങ്ങണം. വീട് തേവയാ വാങ്ങിക്കോ. വീട് വേണമോ വാങ്ങുക. കാർ തേവയാ വാങ്ങിക്കോ. കാർ വേണമെങ്കിൽ വാങ്ങുക. പക്കത്തിലെ വീട്ടുകാരൻ കാർ വാങ്ങിയതിനാൽ അതേ ആശപ്പെട്ട് നീ വാങ്ങാതെ, അയൽവാസി കാർ വാങ്ങിയ മോഹം കൊണ്ട് നീ വാങ്ങരുത്. ഇച്ഛയ്ക്ക് വാങ്ങാതെ മോഹിച്ചു വാങ്ങരുത്. മറിയാൾ ദേവനുക്ക് ഏറ്റതാന ഒരു പങ്ക് തിരഞ്ഞെടുത്തു. മറിയാ ദൈവം പ്രസാദിക്കുന്ന ഒരു നല്ല അംശം തിരഞ്ഞെടുത്തു. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. ആനാ മാർത്താളോ എല്ലാ വിഷയത്തെയും കുറിച്ച് അവൾ കലങ്ങിക്കൊണ്ടിരുന്ന. വാർത്തയോ പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് കലങ്ങി. അനപടിയിനാൽ இந்த ஊழியம் செய்கிறதான ஒரு ஊழியக்காரன் ஊழியக்காரி, ഈ ശുശ്രൂഷയിൽ ഒരു ശുശ്രൂഷകൻ ശുശ്രൂഷക தேவன் இருக்கிற இடத்தில் இருக்க அருள் செய்வார். ദൈവം വസിക്കുന്നിടത്ത് വസിക്കുവാൻ വരം നൽകും. இடம்
അതേത് എന്ന മഹിമയാണ് എത്ര തേജസ്വരിയ സ്ഥലം. അപ്പൊ നാം എപ്പടി ഊഴിയം ചെയ്യ വേണ്ടും, നമ്മുടെ ശുശ്രൂഷ എങ്ങനെയായിരിക്കണം? യെശയ്യാ 58-ാം അധികാരം 13-ാം വചനത്തിൽ കടസിൽ വാസിക്കുമ്പോൾ 58:13 ഒടുവിൽ അതേ നീ മഹിമയാക ചെയ്വായാനാൽ, നീ അത് മഹത്വത്തോടെ ചെയ്താൽ, അതേ ചെയ്വായാനാൽ എന്നല്ല, അത് മഹിമയാക ചെയ്വായാനാൽ, അത് ചെയ്യുമെങ്കിൽ എന്നെല്ലാം മഹത്വത്തോടെ ചെയ്താൽ നീ കർത്തൃക്കുൾ മനമகிழ்ச்சியாயிருப்பாய், നീ യഹോവയിൽ പ്രമോദിക്കും. ഉയർന്ന ഇടങ്ങളിൽ ഏറിയിരിക്ക பண்ணுவேன் என்று യാക്കോബിൻ വായ് ഇത് சொல்லி, ഉന്നത സ്ഥലങ്ങളിൽ വാഹനമേറ്റ് മാറാക്കുമെന്ന് യാക്കോബിന്റെ വല്ലഭൻ അരുളിച്ചെയ്യുന്നു. இந்த ஊழியம் மகிமையான ஊழியம், ഇതാ തേജസ്വരിയ ശുശ്രൂഷ. ഒരുവൻ എന്നെ ഊഴിയം ചെയ്താൽ ഞാൻ എங்கே இருக்கிறேனോ അங்கே അവനെ ഇരുത്ത് അരുൾ செய்வேன். എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ ഞാൻ ഇരിക്കുന്നിടത്ത് ഇരിപ്പാൻ വരം നൽകും. അടുത്ത പിതാവാനവർ ഘനം பண்ணுவார், പിതാവ് മാനിക്കും. നിത്യമായി ഉന്നെ ഘനം பண்ணுவார், നിത്യമായി നിന്നെ മാനിക്കും. இந்த ஊழியத்தை தொடர்ந்து ஊழியர்களை நாம் செய்வோம். നാം ഈ ശുശ്രൂഷ വേലക്കാരെ തുടരാം. இந்த ஊழியத்தில் നിങ്ങൾ വിരുമ്പുகிறீர்களா? യൗവനക്കാരെ ശുശ്രൂഷ നിങ്ങൾ ആഗ്രഹിക്കുന്നു? വേണ്ടുമാ? ഇതാ നിനക്ക് വേണമോ? നീ പിതാവിനാൽ ഘനം பண்ண വേണ്ടുമാ? പിതാവിനാൽ മാനിതനാകണമോ? പിതാവാന ദേവൻ എங்கே இருக்கிறானோ അங்கே നീ ഇരുக்க വാഞ്ചിക്കറായി, പിതാവായ ദൈവം ഇരിക്കുന്നിടത്തിരിക്കുവാൻ നീ ആഗ്രഹിക്കുന്നു? ഊഴിയത്തിലേക്ക് ഒപ്പുകൊടുപ്പായ, അങ്ങനെയെങ്കിൽ ഈ ശുശ്രൂഷയ്ക്കായി സമർപ്പിക്കുക. നാം ഊഴിയം ചെയ്യുവോ? ശുശ്രൂഷ ചെയ്യാം, ചിത്തം നിറവേറ്റും, ദൈവ ഇഷ്ടം ചെയ്യാം. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. പൂർണ്ണമാക്കപ്പെട്ട ഒരു സഭ ഉരുവാക്കപ്പെടണം. പൂർണ്ണമാകേണ്ട ഒരു സഭ രൂപീകൃതമാകും. സഭയാണത് പൂർണ്ണപ്പെട വേണം. സഭ പൂർണ്ണത പ്രാപിക്കും. സഭ ഒരു കൂട്ടമല്ല, സഭ എന്നാൽ ഒരു സംഘമല്ല, പൂർണ്ണപ്പെട വേണം. അത് പൂർണ്ണത പ്രാപിക്കണം. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അതൊക്കെ നമ്മളെ ഒപ്പട നേരമായി വിട്ടത്. സമയം കടന്നുപോയല്ലോ. വിഷയങ്ങൾ ഉണ്ട്, വന്നിട്ടേ ഇരിക്കുന്നുണ്ട്. ഇതൊരു വിപുലമായ വിഷയമാണ്, പലതും വന്നുകൊണ്ടിരിക്കുന്നു. அந்த സമയത്തേക്ക് ഞാനും ഘനം பண்ண, സമയപരിമിതിക്കുള്ളിൽ ഞാനും നിൽക്കുന്നു. അയാൾ നിപ്പാട്ടപ്പോൾ നിർത്തുന്നു. അയാൾ ഒരുവൻ ഊഴിയം ചെയ്യ വിരുമ്പിനാൽ എന്നെ പിൻപറ്റ കടന്നു. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ അനുഗമിക്കട്ടെ. ഏതോ ഒരു ഊഴിയമല്ല, ഏതെങ്കിലും വേലയില്ല. മെൽക്കിസദേക്കിൻ മുറമയിൻപടി ഉപ്രവാകുതലിൻ ഊഴിയം, മൽക്കീസേദെക്കിന്റെ ക്രമത്തിലുള്ള നിരപ്പിൻ ശുശ്രൂഷ അവൻ എന്നെ പിൻപറ്റ കടന്നു. എന്നെ അനുഗമിക്കട്ടെ. പ്രതിഷ്ഠയോടെ ത്യാഗത്തോടെ ദേവൻ അവരെ പിൻപറ്റുപോമാണ്. ദൈവത്തെ അനുഗമിക്കാം. ഞാൻ എங்கே இருக்கிறேனோ அங்கே அந்த ஊழியக்காரனும் ഞാൻ ഇരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. പിതാവാനവർ അവരെ ഘനം பண்ணுவார். പിതാവ് അവനെ മാനിക്കും. ഘനം பண்ணுகிற ஊழியம், മാനിക്കുന്ന ചാക്കോച്ചന്റെ മുടിവ് പാരുங்க, ചാക്കോച്ചന്റെ അവസാനം നോക്കൂ. என்ன അരുമയായിരുന്നു. ഞാൻ ആശ്ചര്യപ്പെട്ടു പോയി. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു. എത്ര മനോഹരം. ചാക്കോച്ചനെ എളുപ്പവും, ചാക്കോച്ചനെ എഴുന്നേൽപ്പിക്കാമെന്ന് പറഞ്ഞു. ചാക്കോച്ചൻ നമുക്ക് തേവ, നമുക്ക് ചാക്കോച്ചനെ വേണം. കണ്ടിക്കുന്നവർ തേവ, ശാസിക്കുന്ന വ്യക്തി വേണം. കണ്ടിക്കുന്നവർ തേവ, ശാസിക്കുന്നവർ വേണം. പുല്ല് വെട്ടുகிறവൻ തേവ, അപ്പന്റെ തോട്ടം നല്ലായിരിക്കും. അതെ, പുല്ല് ചെത്തുന്നവൻ വേണം. അപ്പോൾ തോട്ടം വൃത്തിയായിരിക്കും. അത് യാരാவது വെട്ടട്ടെ, ആരെങ്കിലും ചെത്തട്ടെ, അപ്പൊ പാമ്പ് താൻ വളരും, അപ്പോൾ പാമ്പ് വളരും. എലി വരും, അവിടെ എലി വരും, പാമ്പ് വരും. പാമ്പ് വരും. ഒരു മനുഷ്യനങ്ങ് നടക്കാൻ മുടിയും. അവിടെ ആർക്കും നടക്കാൻ സാധ്യമല്ല. പുല്ല് വെട്ടുകിற ചാക്കോച്ചൻ തേവ. പുല്ല് ചെത്തുന്ന ചാക്കോച്ചൻ വേണം. എന്നോട് ചേർന്ന് ആമായെന്ന് சொல்றவங்க ஒரு அல்லேலூயா சொல்லுங்கள். ആമെന്ന് പറയുന്നവർ ഹല്ലേലൂയ പറഞ്ഞാൽ. ഒരു സഹോദരന്മാർ ആത്മീയ ഇല്ലയാ, ചാക്കോച്ചൻ വേണ്ടാമാ? ആ സഹോദരന്മാർക്ക് ഇങ്ങനെയുള്ളവർ വേണ്ടി. സത്യത്തെ വിളങ്ങിക്കൊള്ളുക, സത്യം മനസ്സിലാക്കുക. സത്യത്തെയും അറിവീர்கள் സത്യം നിങ്ങളെ വിടുവിക്കും. നിങ്ങൾ സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം. മഹിമയാന ഊഴിയം ചാക്കോച്ചൻ ചെയ്തതുപോലെ, ചാക്കോച്ചൻ തേജസ്വരിയിൽ ശുശ്രൂഷ ചെയ്തതുപോലെ, ദൈവത്തെ പ്രസാദിപ്പിച്ചതുപോലെ നാം ദൈവത്തെ പ്രസാദിപ്പിക്കും. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം. ഇനി ചാക്കോച്ചനക്ക് നാം കൊടുക്കുന്ന കടേസി മര്യാദ இந்த മര്യാദ. ഇപ്പോൾ നാം തനിക്ക് നൽകുന്ന അന്തിമ ഉപചാരമാണിത്. ചാക്കോച്ചനിൽ പരിശുദ്ധാവിയാനവർ വല്ലമയാക ക്രിയ ചെയ്താർ. തന്നിൽ പരിശുദ്ധാത്മാവ് ശക്തിയോടെ പ്രവർത്തിച്ചല്ലോ. ഉന്നിൽ ഒപ്പടൈത്തതാന அந்த நல்பொருள் ഉനക്കുൾ വാസമായി இருக்கும் പരിശുദ്ധാവിയാലെ കാത്തുകൊൾ എന്ന വചനത്തിൻപടി നിന്നെ ഏൽപ്പിച്ചതായ ആ ഉപനിധി നിന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിച്ചു കൊള്ളുക എന്നിരിക്കുന്ന വചനം പോലെ ചാക്കോച്ചൻ அந்த പരിശുദ്ധാവിയാൽ തന്നുடைய அந்த നൽപൊരുളെ കാത്തുകൊണ്ടാണ്. ചാക്കോച്ചൻ തന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ആ നല്ല ഉപനിധി സൂക്ഷിച്ചു. അന്ന് നിത്യത്തെ കാത്തുകൊണ്ടാണ്. ആ നിത്യതയെ കാത്തുകൊള്ളാം. എല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറയാം. ഇത് മെൽക്കിസദേക്കിൻ മുറമയിൻപടിയുള്ള ഊഴിയം. ഇതാ മെൽക്കിസദേക്കിന്റെ അഭിഷേകത്തിന്റെ ഊഴിയം. ഇത് അഭിഷേകത്തിന്റെ ശുശ്രൂഷ. കാത്തിരിപ്പ് യോഗത്തിൽ മാത്രമല്ല, സഭാരാധനയിൽ മാത്രമല്ല, ഇതുപോലെയുള്ള അടക്കാരാധനയിലും ആത്മാവിൽ നിറയാം. ദൈവത്തിന് മഹത്വം. ഇതൊരു അടക്കാരാധനയല്ല, ഇതൊരു കിരീടധാരണ മഹോത്സവം. ദൈവം മാനിക്കുന്ന സമയം ചാക്കോച്ചനെ നൽകുക. സ്വർഗത്തിൽ എന്ത് സന്തോഷം! ആ സന്തോഷത്തിൽ നമുക്ക് പങ്കാളികളാകാം. ദൈവത്തെ സ്തുതിക്കാം.
അന്യഭാഷ പേസുങ്ങൾ. അന്യഭാഷ പറയാം. കരങ്ങളെ തട്ടി തട്ടി ആവിയിൽ ആത്മാവിൽ ആരാധിക്കാം. ആண்டവരെ നാനും ഉമ്മെ പ്രിയപ്പെടുത്ത வேண்டும். എനിക്ക് നിന്നെ പ്രസാദിപ്പിക്കുക. നാനും ഉമ്മെ പിൻപറ്റ வேண்டும். എനിക്ക് നിന്നെ അനുഗമിക്കണം. ഞാൻ നമ്മുടെ ഊഴിയം ചെയ്യ வேண்டும். എനിക്ക് നിന്നെ ശുശ്രൂഷ ചെയ്യണം. എന്റെ ബലവീനങ്ങളെ മാറ്റം. എന്റെ ദൗർബല്യങ്ങൾ മാറ്റണം. എന്റെ എല്ലാവിധமான ബലവീനങ്ങൾ എല്ലാവற்றையும் അകറ്റും. എന്റെ ബലഹീനതകൾ നീക്കപ്പെടട്ടെ. ഇപ്പോൾ തന്നെ ഉയർപ്പിയോ. ഇപ്പോൾ എന്നെ ഉയർപ്പിക്കണമേ. എത്ര പേർ ഒപ്പുകൊടുக்கிறீர்கள்? സമർപ്പിക്കുക. ഊഴിയർകളെ ആവിയിൽ നിറപ്പുക. ശുശ്രൂഷയിൽ ആത്മാവിൽ നിറയാം. അന്യഭാഷയിൽ പേസുങ്ങൾ. അന്യഭാഷ പറയാം. ദേവനെ ഉയർപ്പിക്കപ്പെടുക. ഉയർപ്പിക്കുക. എന്റെ ബലവീനങ്ങളെ മാറ്റപ്പെടുക. ദൗർബല്യങ്ങൾ മാറ്റ്. വ്യാധിയെ മാറ്റപ്പെടുക. രോഗങ്ങളെ മാറ്റ്. இந்த ஊழிய மகிமையாக செய்ய தேவனது மகிமையின் ஆவியினால் உன்னை நிரப்ப போகிறார். ശുശ്രൂഷ ചെയ്യുവാൻ മഹത്വത്തിന്റെ ആത്മാവിനാൽ ദൈവത്തിനെ നിറയ്ക്കും. വേറെ ഒരു 5 നിമിഷം മറ്റൊരു 5 മിനിറ്റ്. ആമേൻ ആമേൻ. അഭിഷേകം ഇറങ്ങട്ടെ. അഭിഷേകം ഇറങ്ങട്ടെ.